എടാ മോനെ, നീ ഇതെവിടെയാ? എത്താനായില്ലേ ഇതുവരെ? ഫോൺ എടുത്തതും അമ്മ അതാണ് അവനോട് ചോദിച്ചത്. ഇല്ലമ്മേ, ഞാൻ ടൗണിലാ. വണ്ടിക്ക് എന്തോ ഒരു കംപ്ലൈന്റ്, വർക്ക്ഷോപ്പിലാണ്. ഇനിയിപ്പോ ബസ്സിന് വരാം. വരുമ്പോ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? ശരത്ത് അമ്മയോട് ചോദിച്ചു. കുറച്ച് തക്കാളി വാങ്ങിച്ചോ, വേറെ ഒന്നും വേണ്ട. സൂക്ഷിച്ച് വേഗം വരാൻ നോക്ക്, അമ്മ പറഞ്ഞു. അവനൊന്ന് മൂളിക്കൊണ്ട് ഫോൺ വെച്ചു. ഒരു 2 മിനിറ്റ് നേരത്തിന് ശേഷം ബസ് വന്നു. അവൻ അറിയുന്ന ബസ്സാണ്. അവന്റെ കൂട്ടുകാരൻ അജിത്താണ് അതിലെ ഡ്രൈവർ. അവൻ വേഗം അതിലേക്ക് കയറി. ബസ്സിൽ അധികം ആരുമില്ല. സ്ത്രീകളുടെ സീറ്റ് അധികവും ഒഴിഞ്ഞു കിടക്കുകയാണ്. ചിലപ്പോ സ്റ്റാൻഡിൽ നിന്നും എടുത്തതുകൊണ്ടാകും. കുറച്ചുകൂടി മുൻപോട്ട് പോകുമ്പോൾ തിരക്കായിക്കോളും. ഏറ്റവും മുൻപിലെ ലോങ് സീറ്റ് കാലിയാണ്. ക്ലീനർ രതീഷേട്ടൻ മുൻപിലെ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ അവനും അവിടെ ചെന്നിരുന്നു. നിന്റെ വണ്ടി എവിടെ പോയി? ബസ്സിൽ കയറിയ ശരത്തിനെ കണ്ട് വണ്ടി ഓടിക്കുന്നതിനിടയിൽ അജിത്ത് അവനോട് ചോദിച്ചു. ഒന്നും പറയണ്ട, വരുന്ന വഴിക്ക് കേടായി. രാഘവേട്ടന്റെ കടയിൽ കയറ്റിയിട്ടുണ്ട്, ശരത്ത് പറഞ്ഞു. അജിത്തൊന്ന് മൂളി. അല്ല, നീ ഇതെവിടെ പോയതാ? രതീഷേട്ടൻ ചോദിച്ചു. വേറെ എവിടെ, ഇന്ന് ഞായറാഴ്ചയല്ലേ, പെണ്ണ് കാണാൻ പോയതാ, ശരത്ത് പറഞ്ഞു. എന്നിട്ടെന്തായി, ഇത് നടക്കുവോ? രതീഷ് ആവേശത്തോടെ ചോദിച്ചു. ആർക്കറിയാം, നടന്നാൽ നടന്നെന്ന് പറയാം. സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമുണ്ടായിട്ടല്ല, അമ്മ ചെവിക്ക് സ്വൈര്യം തരണ്ടേ, അതുകൊണ്ട് മാത്രം പോകുന്നതാ. പെണ്ണ് കാണാൻ പോകുന്നത് അമ്മയ്ക്ക് വേണ്ടി മാത്രമാണെന്ന ഭാവത്തിൽ ശരത്ത് പറഞ്ഞു. എല്ലാം ശരിയാകുമെടാ, അതൊക്കെ പോട്ടെ. നിനക്ക് പെണ്ണിനെ ഇഷ്ടായോ? രതീഷേട്ടൻ ചോദിച്ചു. അത് കേട്ട് അജിത്തിന് ചിരി വന്നുപോയി. ഒരു പെണ്ണായാൽ മാത്രം മതി, ഇപ്പോയെങ്കിൽ ഇപ്പോ അവൻ കെട്ടിക്കോളും. അത് അജിത്തിനറിയാം. അജിത്തിന്റെ ചിരി കണ്ട് ശരത്ത് അവനെ തന്നെ ഒന്ന് തറപ്പിച്ചു നോക്കി. നിന്റെ ചിരി കണ്ടാൽ തോന്നും നീ കെട്ടി നിനക്ക് 2 കുട്ടികളായെന്ന്. ഞാൻ കണ്ടതിനേക്കാൾ കൂടുതൽ പെണ്ണ് നീ കണ്ടിട്ടുണ്ടാവുമല്ലോടാ, ശരത്ത് അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ ആ പറഞ്ഞതൊരു സത്യമായതുകൊണ്ട് തന്നെ അജിത്ത് ഒന്നും പറയാൻ പോയില്ല. എങ്കിലും അവൻ പറഞ്ഞത് കേട്ട് അജിത്തിന് ദേഷ്യമല്ല, മറിച്ച് ചിരിയാണ് വന്നത്. ഇത് പറയ് ശരത്തെ, നിനക്ക് പെണ്ണിനെ ഇഷ്ടായോ? രതീഷ് വീണ്ടും ചോദിച്ചു. എന്റെ പൊന്നു രതീഷേട്ടാ, എനിക്ക് പെണ്ണിനെ ഇഷ്ടമാകാത്തത് കൊണ്ടല്ല, അവർക്ക് എന്നെ ഇഷ്ടമാകണ്ടേ. സത്യം പറഞ്ഞ ഇതുവരെ കണ്ട എല്ലാ പെൺകുട്ടികളെയും എനിക്കിഷ്ടമായിരുന്നു. പറഞ്ഞിട്ടെന്താ കാര്യം, അവർക്കെന്നെ പിടിക്കുന്നില്ല, ശരത്ത് പറഞ്ഞു. അതെന്താ ശരത്തെ, നിനക്കെന്താ കുഴപ്പം? നല്ല ജോലിയുണ്ട്, മോശം സ്വഭാവം ഒന്നുമില്ല, പിന്നെ കാണാനും കൊള്ളാം. രതീഷേട്ടൻ പറഞ്ഞതും അജിത്തിന്റെ മുൻപിൽ വലിയ സംഭവമായതുപോലെ ശരത്തൊന്ന് ചിരിച്ചു. എന്ത് ചെയ്യാനാ രതീഷേട്ടാ, ചിലരെ പോലെയല്ല. എനിക്ക് കുറച്ച് ഗ്ലാമർ ഉണ്ടെന്നത് ശരിയാണ്, പക്ഷേ ഗവൺമെന്റ് ജോലിയില്ലാലോ. അതുള്ളവരെ മാത്രമേ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് പിടിക്കൂ. അവസാന വാചകം പറയുമ്പോൾ, ആദ്യത്തെ ഡയലോഗ് പറയുമ്പോൾ ഉണ്ടായിരുന്ന ഉത്സാഹം ശരത്തിനുണ്ടായിരുന്നില്ല. അത് കണ്ട് അജിത്തിന് ചിരിയാണ് വന്നത്. ശരത്തിനോട് തിരിച്ചു പറയാൻ അറിയാത്തതുകൊണ്ടല്ല, ഡ്രൈവിങ്ങിനിടയിൽ അവന് മറ്റൊന്നും ചെയ്യുന്നത് ഇഷ്ടമല്ല. ബസ്സിലുള്ളവരുടെയും റോഡിലുള്ളവരുടെയും ജീവന് താൻ കാരണം ഒന്നും വരരുതെന്ന് അവന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുമ്പോൾ അവൻ അത്രയും ശ്രദ്ധിച്ചാണ് ഓടിക്കുന്നത്. അത് ശരത്തിനും അറിയാം. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഓരോന്നും പറയുന്നത് തന്നെ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതും ബസ്സും ഒരു ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചു. എവിടെ നിന്നാണെന്നോ എങ്ങനെയാണെന്നോ ഓർത്തെടുക്കാൻ പോലും പറ്റാത്ത വിധം ആ ബൈക്ക് ബസ്സിന് സൈഡിലൂടെ വന്ന് മുൻപിലേക്ക് കയറുകയായിരുന്നു. അജിത്തിന്റെ കാൽ ബ്രേക്കിൽ അമർന്നു. അവൻ ആകെ വിറച്ചുപോയിരുന്നു. വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷത്തിൽ മേലെയായി. അതിനിടയിൽ ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതിന്റെ ഒരു ഞെട്ടൽ അവനുണ്ടായിരുന്നു. മുൻപിലിരുന്ന ശരത്തും രതീഷും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. അപകടം നേരിട്ട് കണ്ട ഞെട്ടലിലായിരുന്നു അവർ. എങ്കിലും ഒരു നിമിഷം പോലും പാഴാക്കാതെ അവർ ബസ്സിൽ നിന്നിറങ്ങി അവർക്കരികിലേക്ക് ഓടി. എന്താ സംഭവിച്ചതെന്നറിയാതെ ഞെട്ടലിലായിരുന്നു ബസ്സിലുള്ളവരും. 2 പേരാണ് ബൈക്കിലുണ്ടായിരുന്നത്, ഒരാണും പെണ്ണും. വണ്ടിയിടിച്ചതും അയാൾ വണ്ടിയിൽ നിന്നും തെറിച്ചു വീണിരുന്നു. അവളുടെ കഴുത്തിൽ താലിമാലയും നെറ്റിയിൽ സിന്ദൂരവുമുണ്ട്. കണ്ടിട്ട് ഭാര്യയും ഭർത്താവുമാണെന്ന് തോന്നുന്നു. അയാൾക്ക് ബോധമുണ്ടായിരുന്നില്ല. ചോരയിൽ കുളിച്ചാണ് കിടക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരിക്ക് ബോധമുണ്ട്. അവളുടെ നെറ്റി പൊട്ടി ചോര ഒഴുകുന്നുണ്ട്. കൈമുട്ടിൽ കുറച്ച് നീളത്തിൽ തന്നെ തൊലി നീങ്ങിപ്പോയിട്ടുമുണ്ട്. അവിടെ നിന്നും ചോരയൊലിക്കുന്നു. പക്ഷേ തന്റെ അവശതയൊന്നും കാര്യമാക്കാതെ അവൾ കുറച്ചു മാറിക്കിടക്കുന്ന ഭർത്താവിനരികിലേക്ക് കരഞ്ഞുകൊണ്ടോടി. ബോധമില്ലാതെ കിടക്കുന്ന അയാളെ കണ്ട് അവളുടെ കരച്ചിൽ ഒന്നുകൂടി ഉച്ചത്തിലായി. അജിത്തും കേൾക്കുന്നുണ്ടായിരുന്നു അവളുടെ ഉറക്കെയുള്ള നിലവിളി. അതവനെ വല്ലാതെ തളർത്തി. ഓടിക്കൂടിയ നാട്ടുകാരിൽ ആരൊക്കെയോ ചേർന്ന് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള തിരക്കിലാണ്. അതിനിടയിലാണ് ആരൊക്കെയോ ചേർന്ന് അജിത്തിന്റെ കോളറിൽ കയറി പിടിച്ചത്. നീയൊക്കെ എന്താടാ വിചാരിച്ചത്? നിന്റെയൊക്കെ തറവാട്ട് സ്വത്താണ് റോഡെന്നോ? നിനക്കൊന്നും മര്യാദയ്ക്ക് ഓടിക്കാൻ അറിയില്ലേടാ? ചോദിച്ചുകൊണ്ട് അവനെ കയ്യേറ്റം ചെയ്യാൻ വരുന്നുണ്ട്. മത്സരബുദ്ധിയോടെ വണ്ടി ഓടിക്കുന്നവർ ഉണ്ടെങ്കിലും എല്ലാവരും അങ്ങനെ ആകണമെന്നില്ലാലോ.
എന്നിട്ടും സൂക്ഷിച്ചും കണ്ടും വണ്ടി ഓടിക്കുന്നവരും കൂടി അതിൻ്റെ പൈ കേൾക്കണം. എന്ത് ചെയ്യാനാണ്, ലോകം അങ്ങനെയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല, അവരാണ് ഇങ്ങോട്ട് ശ്രദ്ധിക്കാതെ കയറി ഇടിച്ചത്. അജിത്ത് പറയുന്നുണ്ട്. അജിത്തിനെ കയ്യേറ്റം ചെയ്യാൻ വന്നവരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ശരത്തും രതീഷേട്ടനും പിന്നെ ബസ്സിലെ കണ്ടക്ടറും. സംഭവം കണ്ടുനിന്ന നാട്ടുകാരിൽ ചിലരും അജിത്തിന്റെ ഭാഗത്താണ്. അജിത്തിന്റെ ബസ്സിൽ സ്ഥിരമായി കയറുന്നവർക്കും അറിയാം അവൻ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നതെന്ന്. നിങ്ങളിതെന്ത് കണ്ടിട്ടാണ് പറയുന്നേ? ബസ് ഓവർ സ്പീഡിലല്ല. കണ്ടു നിന്നവർക്കെല്ലാം മനസ്സിലാകും തെറ്റ് ആരുടെ ഭാഗത്താണെന്ന്. വെറുതെ ഓരോന്ന് പറഞ്ഞ് ചെയ്യാത്ത തെറ്റിന് ഒരാളുടെ ജീവിതം നശിപ്പിക്കരുത്. ശരത്ത് പറയുന്നുണ്ട്. അജിത്ത് ആകെ വല്ലാത്തൊരവസ്ഥയിൽ മരവിച്ചു പോയിരുന്നു. തെറ്റ് തൻ്റെ ഭാഗത്താണെങ്കിലും അല്ലെങ്കിലും ഈ രണ്ടു പേർക്കും ഒന്നും വരരുതേ എന്നായിരുന്നു അവൻ്റെ പ്രാർത്ഥന. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. ആ ചെറുപ്പക്കാരനെ ആരൊക്കെയോ എടുത്തുകൊണ്ട് ആദ്യം വണ്ടിയിലേക്ക് ഓടി, അതിനു പിന്നാലെ അവളെയും. അതിനിടയിൽ അവൾ കാണുന്നുണ്ടായിരുന്നു നിറഞ്ഞ കണ്ണുകളോടെ ആളുകൾ ശകാരിക്കുന്നത് കേട്ട് നിൽക്കുന്നവനെ. തൻ്റെ ഭർത്താവിനെ ഓർത്ത് വേദനിക്കുമ്പോഴും അവൾക്കുള്ളിൽ എല്ലാവരുടെ വഴക്കും കേട്ട് നിൽക്കുന്നവനെ ഓർത്ത് എന്തോ ഒരു കുറ്റബോധം തോന്നി. അപ്പോഴേക്കും വിവരമറിഞ്ഞ് പോലീസും അവിടേക്ക് എത്തിയിരുന്നു. ആകെ മൊത്തം വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു അവിടെ. അജിത്തിന് തലയൊന്നാകെ പെരുക്കുന്നത് പോലെ തോന്നി. അജിത്തും രതീഷും കണ്ടക്ടറും അന്ന് ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. ശരത്തും അവർക്കൊപ്പം ആശുപത്രിയിൽ നിന്നു. കൂട്ടുകാരനെ തനിച്ചാക്കി വരാൻ അവനായില്ല. അവർ രണ്ടുപേർക്കും ഒന്നും പറ്റരുതേ എന്നായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന. അജിത്ത് മനമുരുകി തന്നെ പ്രാർത്ഥിച്ചു. എന്നാൽ ആ പ്രാർത്ഥനയെ വിഫലമാക്കിക്കൊണ്ട് കൂടെയുണ്ടായിരുന്ന യുവാവ് മരിച്ചെന്ന് ഡോക്ടർ വന്നു പറഞ്ഞു. അജിത്ത് ഒന്ന് ഞെട്ടി. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഈ ഭൂമിയിൽ നിന്നൊരു ജീവൻ പോകാൻ താൻ കാരണമായിരിക്കുന്നു. ഭർത്താവിന്റെ അരികിലിരുന്ന് നിലവിളിച്ചു കരഞ്ഞ പെണ്ണിന്റെ മുഖം അവന്റെ മനസ്സിലേക്ക് ഓടി വന്നു. അപ്പോഴേക്കും വിവരമറിഞ്ഞ അവരുടെ ബന്ധുക്കൾ ആരൊക്കെയോ വന്നിരുന്നു. ഡ്രൈവർക്ക് നേരെ കയർത്തുകൊണ്ട് അവർ ദേഷ്യത്തിൽ വന്നതും പോലീസുകാർ തന്നെയാണ് അവരോട് അവിടെ നിൽക്കേണ്ടെന്നും വീട്ടിലേക്ക് പോകാനും പറഞ്ഞത്. കേസ് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് വിളിക്കുമ്പോൾ വരണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അജിത്തിനെ വീട്ടിലാക്കിയ ശേഷമാണ് കൂടെ ഉണ്ടായിരുന്നവർ അവരുടെ വീട്ടിലേക്ക് മടങ്ങിയത്. അപ്പോഴേക്കും അവന്റെ വീട്ടിലും വിവരമറിഞ്ഞിരുന്നു. അമ്മേ, ഞാൻ നാളെ വരാം, ഇവനെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇറങ്ങുമ്പോൾ ശരത് അജിത്തിന്റെ അമ്മ മാലതിയേച്ചിയോട് പറഞ്ഞു. അവർ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് തലയാട്ടി. ശരിയടാ, ഞാൻ ചെന്നിട്ട് നാളെ വരാം, മനസ്സ് വേദനിപ്പിക്കരുത്, ധൈര്യമായിട്ടിരിക്കേ. അജിത്തിന്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് ശരത്ത് പറഞ്ഞു. അജിത്ത് അവനെ വെറുതെ ഒന്ന് നോക്കിയതേയുള്ളൂ. സാരമില്ലടാ, നിന്റെ ഭാഗത്തല്ലാലോ തെറ്റ്, പിന്നെന്താ? ഈ വാക്കുകൾക്കൊന്നും അജിത്തിനെ ആശ്വസിപ്പിക്കാനാവില്ലെന്നറിയാമായിരുന്നിട്ടും ശരത്ത് പറഞ്ഞു. ബൈക്ക് സ്റ്റാൻഡിൽ തന്നെയാണമ്മേ, നാളെ ചെന്നതെടുക്കാം. ശരത്ത് പറഞ്ഞതും അമ്മയൊന്ന് തലയാട്ടി. പിന്നെ പതിയെ അവിടെ നിന്നും ഇറങ്ങി നടന്നു. ശരത്ത് പോയി കഴിഞ്ഞതും ആ അമ്മയ്ക്കും മകനുമിടയിൽ വല്ലാത്തൊരു മൗനം നിറഞ്ഞു നിന്നു. ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ മോനെ, അകത്തേക്ക് വാ. ഉമ്മറത്തെ സ്റ്റെപ്പിൽ തലയും കുനിച്ച് ഒരേ ഇരിപ്പിരിക്കുന്ന മകനെ നോക്കി കുറച്ചു സമയത്തിന് ശേഷം അവർ പറഞ്ഞു. അജിത്ത് ഒന്നും പറഞ്ഞില്ല. വീണ്ടും അല്പസമയം കൂടി അതേ ഇരിപ്പിരുന്നു. അമ്മേ, ഒരു തോർത്തിങ്ങെടുത്തേ. പിന്നെ പതിയെ എഴുന്നേറ്റ് അമ്മയോടായി പറഞ്ഞു. അമ്മ അത് കേൾക്കാൻ കാത്തു നിന്നതുപോലെ വേഗം അകത്തേക്ക് ചെന്ന് തോർത്തെടുത്ത് വന്ന് അവന്റെ കയ്യിൽ കൊടുത്തു. അവൻ അതും വാങ്ങി പിറകുവശത്തെ കിണറ്റിൻ കരയിലേക്ക് നടന്നു. മനസ്സിനൊട്ടും സമാധാനമില്ലാത്തതുകൊണ്ട് തന്നെ അമ്മയും അവന് പിറകെ ചെന്നു. അവർ ചെന്ന് അടുക്കളപ്പടിയിലിരുന്നു. അവിടെ ഇരുന്നാൽ കിണറ്റിൻ കരയിലേക്ക് കാണാം. നിർത്താതെ തലയിലേക്ക് വെള്ളം കോരി ഒഴിക്കുന്ന അവനെ അവരൊരു പിടപ്പോടെ നോക്കി നിന്നു. മതിയടാ, ഇങ്ങനെ തലയിൽ വെള്ളം കോരി ഒഴിച്ചാൽ നാളെ നിനക്ക് വല്ലതും വരും. അത് പറഞ്ഞുകൊണ്ട് അവർ ചെന്ന് അവന്റെ കയ്യിൽ നിന്നും വെള്ളം കോരുന്ന ബക്കറ്റ് വാങ്ങിവെച്ചു. ഒന്നും പറയാതെ അജിത്ത് അമ്മയെ തന്നെ ഒന്ന് നോക്കി. അവർ ചെന്ന് അയലിലിട്ടിരുന്ന തോർത്തെടുത്ത് അവന്റെ തല തോർത്തി കൊടുത്തു. ഒന്നും പറയാതെ അനുസരണയോടെ നിൽക്കുന്ന അവനെ കണ്ട് അവരുടെ നെഞ്ചു പിടഞ്ഞു. അല്ലെങ്കിൽ ഒരു നേരം വായ അടച്ചു വെക്കാത്തവനാണ്. ആ ചെക്കനാണിപ്പോ ഒന്നും മിണ്ടാതെ ഒരേ നിൽപ്പ് നിൽക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോനെ? മോൻ അറിഞ്ഞുകൊണ്ടല്ലാലോ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നായിരിക്കും വിധി, അവർ പറഞ്ഞു. പക്ഷേ അപ്പോഴും അവനൊന്നും പറയുന്നില്ല. അവന്റെ കൺമുൻപിൽ ഇപ്പോഴും തൻ്റെ വണ്ടി ഇടിച്ച് തെറിച്ചു വീഴുന്നവരാണ്. ആ പെണ്ണിന്റെ ഉറക്കെയുള്ള കരച്ചിലാണ് കാതിൽ മുഴുവനും. അതൊന്നും സഹിക്കാൻ കഴിയാതെ അവൻ കണ്ണുകൾ ഇറുക്കെ അടച്ചു കളഞ്ഞു. അവന്റെ രീതികൾ കണ്ട് അമ്മയ്ക്ക് വല്ലാത്ത പേടി തോന്നി തുടങ്ങുന്നുണ്ടായിരുന്നു. എന്താ മോനെ നീ ഇങ്ങനെ? ഒന്നും നമ്മുടെ കയ്യിലല്ലാലോ, ഒന്നും മോൻ അറിഞ്ഞുകൊണ്ടല്ലാലോ. ഇങ്ങനെ മനസ്സ് വേദനിച്ച് ഓരോന്ന് വരുത്തി വെച്ചാൽ അമ്മയ്ക്ക് പിന്നെ ആരാടാ ഉള്ളത്? പറയുമ്പോൾ അവർ കരഞ്ഞു പോയിരുന്നു. അവർ അവനെ ഇറുക്കെ പുണർന്നു. അമ്മയുടെ കരച്ചിൽ കൂടി കണ്ടു നിൽക്കാൻ അവനാകുന്നുണ്ടായിരുന്നില്ല. ആ കരച്ചിൽ അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അവളുടെ നിർത്താതെയുള്ള കരച്ചിലിലേക്കാണ്. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവനും അതുപോലെ ഒന്ന് കരയണമെന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. അവൻ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു.
അമ്മേ വാ പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കൈയും പിടിച്ചകത്തേക്ക് നടന്നു. അപ്പോഴാണ് അവർക്ക് കുറച്ചൊരാശ്വാസം വീണത്. അവർ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ്റെ കൂടെ നടന്നു. മോനെ, നിനക്കൊന്നും കഴിക്കണ്ടേ? കട്ടിലിൽ ഒരേ കിടപ്പ് കിടക്കുന്ന മകനെ കണ്ട് അമ്മ ചോദിച്ചു. വേണ്ട, അമ്മ കഴിച്ചിട്ട് അമ്മ കിടന്നോ പറഞ്ഞുകൊണ്ട് അവൻ കണ്ണുകൾ അടച്ചു കളഞ്ഞു. അവരും അവനെ നിർബന്ധിക്കാൻ പോയില്ല. തിരികെ വന്ന് ഭക്ഷണമെല്ലാം ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ച ശേഷം അമ്മയും ചെന്ന് കിടന്നു. അവർക്കും ഒന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. മരണം നടന്നത് വേറൊരു വീട്ടിലാണെങ്കിലും ഈ വീടും ഒരു മരണവീടിന് തുല്യമായി കഴിഞ്ഞിരുന്നു ആ സമയം. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും താൻ കാരണം ഒരു ജീവൻ നഷ്ടമായല്ലോ എന്ന കുറ്റബോധം അതിന് കാരണക്കാരായവരെ വേട്ടയാടും. ആ കുറ്റബോധത്തിന്റെ കൂടെ ഒരുവളുടെ കരച്ചിൽ കൂടിയായതും ആ രാത്രി അവന് ഉറക്കമില്ലാത്തതായിരുന്നു. ദിവസങ്ങൾ പതിയെ മുൻപോട്ട് പോയി. സംഭവം നടന്ന് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ അജിത്ത് വണ്ടി ഓടിക്കാൻ പോയതേയില്ല. വണ്ടി ഓടിക്കാനെന്നല്ല, വീട്ടിൽ നിന്നും പുറത്തേക്ക് എവിടേക്കും ഇറങ്ങിയില്ല. അവൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. രാത്രിയിൽ നേരാവണ്ണം അവൻ ഉറങ്ങാൻ പോലും സാധിച്ചില്ല. അവളുടെ കരച്ചിലായിരുന്നു കാതിൽ മൊത്തം. താൻ കാരണം ഒരു പെണ്ണിന്റെ സിന്ദൂരം മാഞ്ഞുപോയല്ലോ എന്ന കുറ്റബോധമായിരുന്നു അവന്. ദിവസങ്ങൾ മെല്ലെ മുൻപോട്ട് പോകുമ്പോൾ പോലീസ് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അന്ന് ബൈക്ക് ഓടിച്ചിരുന്ന ആള് മദ്യപിച്ചിട്ടുണ്ടെന്ന് തെളിഞ്ഞു. കൂടാതെ അവിടെ ഉണ്ടായിരുന്ന CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് അന്വേഷിച്ചു. അങ്ങനെ അതിൽ നിന്നെല്ലാം അജിത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് തെളിഞ്ഞു. തെറ്റ് അവരുടെ ഭാഗത്തായതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് കിട്ടേണ്ട നഷ്ടപരിഹാരം കിട്ടാതെയുമായി. ഇത്ര ദിവസം കഴിഞ്ഞിട്ടും അജിത്ത് ഇപ്പോഴും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. എപ്പോഴും ആ ദൃശ്യവും കരച്ചിലും അവനെ അലട്ടിക്കൊണ്ടിരിക്കും. അന്ന് രാത്രി ജോലി കഴിഞ്ഞ് അവൻ വീട്ടിലേക്ക് വരുമ്പോൾ അവനെ കാത്തെന്ന പോലെ ഉമ്മറത്ത് അമ്മ ഇരിപ്പുണ്ടായിരുന്നു. ഇതെന്തേ ഇവിടെ വന്നിരിക്കുന്നു? ഉമ്മറത്തേക്ക് കയറുമ്പോൾ അവൻ ചോദിച്ചു. ഒന്നുമില്ലടാ, ഞാൻ വെറുതെ നിന്നെ നോക്കി ഇങ്ങനെ ഇരുന്നു പോയതാ. അമ്മ ഉമ്മറത്തെ തിണ്ണയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, അമ്മ കഴിക്കാനെടുത്ത് വെക്കേ പറഞ്ഞുകൊണ്ട് അവൻ കയ്യിൽ കരുതിയിരുന്ന കവർ അമ്മയ്ക്ക് കൊടുത്തു. ശേഷം മുറിയിലേക്ക് നടന്നു. അവൻ കുളിച്ചു വരുമ്പോഴേക്കും അമ്മ കഴിക്കാനുള്ളതെല്ലാം 2 പ്ലേറ്റിലായി വിളമ്പി വെച്ചിരുന്നു. അമ്മയും മകനും ഒരുമിച്ചിരുന്നാണ് എന്നും കഴിക്കുന്നത്. അവൻ കൂടി വന്നിരുന്നതും അവരും അവനൊപ്പം ഇരുന്ന് കഴിച്ചു തുടങ്ങി. മോനെ, ഇന്ന് രാമേട്ടൻ വന്നിരുന്നു. കഴിക്കുന്നതിനിടയിൽ അമ്മ പറഞ്ഞു. അവനൊന്ന് മൂളി. നീ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? അവൻ വെറുതെ ഒന്ന് മൂളിയത് കണ്ട് അമ്മ ചോദിച്ചു. ആ, കേൾക്കുന്നുണ്ട്, അമ്മ പറഞ്ഞോ? അവൻ കഴിക്കുന്നതിനിടയിൽ പറഞ്ഞു. നമ്മൾ ആലത്തൂർ ഒരു പെണ്ണ് കണ്ടില്ലായിരുന്നോ? ധന്യ, ഒരു ടീച്ചർ കുട്ടി. അവർക്ക് വിവാഹത്തിന് സമ്മതമാണെന്ന്. അമ്മ പറഞ്ഞതും അജിത്ത് അമ്മയെ ഒന്ന് നോക്കി. ഇത് പറയാൻ വേണ്ടിയാ ഇന്ന് രാമേട്ടൻ വന്നത്. നീ വന്നിട്ട് പെട്ടെന്ന് തന്നെ നിന്റെ തീരുമാനം എന്താണെന്ന് വിളിച്ചു പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ വീണ്ടും പറഞ്ഞു. അതെന്താ ഇപ്പൊ പെട്ടെന്നൊരു മാറ്റം? അവർ തന്നെയല്ലേ ഇതിനു മുൻപ് താല്പര്യമില്ലെന്ന് പറഞ്ഞേ? അവൻ എന്തോ ആലോചിച്ച ശേഷം അമ്മയോട് ചോദിച്ചു. അതെ, അവരന്ന് അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് വരുന്ന ആലോചനകളൊന്നും ശരിയാകുന്നില്ലെന്ന്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വേഗം തന്നെ ഇത് നടത്തണമെന്നുണ്ട്. അമ്മ കാര്യമായി തന്നെ പറഞ്ഞു. അത് വേണ്ടമ്മേ. ആദ്യം നമ്മളെ പറ്റാത്തത് കൊണ്ടല്ലേ അവർ വേണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇത് വേണ്ട. അവൻ പറഞ്ഞതും അമ്മ അവനെ ഒന്ന് നോക്കി. എല്ലാവർക്കും ഗവൺമെന്റ് ജോലി വേണം. അതല്ലാത്തത് കൊണ്ട് തന്നെ ഒരാലോചനയും ശരിയായി വരുന്നില്ലായിരുന്നു. തനിക്കെന്തെങ്കിലും പറ്റിയാൽ തൻ്റെ മോന് പിന്നെ ആരുണ്ടെന്ന വേവലാതി കൊണ്ട് നടക്കുന്ന അമ്മയ്ക്ക് ഈ വിവരം കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു. മാത്രമല്ല, അന്നത്തെ അപകടത്തിന് ശേഷം അവൻ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്. പണ്ടത്തെ കളിച്ചിരിയും സന്തോഷവും ഒന്നുമില്ല. തെറ്റ് ചെയ്തവനെ പോലെ എപ്പോഴും ഒരു മൂലയ്ക്ക് ചെന്ന് എന്തെങ്കിലുമൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കും. കല്യാണം കഴിച്ചൊരു കുടുംബമായാൽ അതിനെല്ലാം ഒരു മാറ്റം വരുമെന്ന് അമ്മ ആശ്വസിച്ചു. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവന്റെ കല്യാണം നടത്തണമെന്ന് അമ്മ ഉറപ്പിച്ചിരുന്നു. എടാ, അങ്ങനെയൊന്നുമില്ല. ഒരു പ്രാവശ്യം വേണ്ടെന്ന് പറഞ്ഞെന്ന് വെച്ച് അവരെ തന്നെ കെട്ടുന്നതിൽ ഒരു കുഴപ്പവുമില്ല. അങ്ങനെയൊക്കെയാണ് എല്ലാ കല്യാണങ്ങളും നടക്കുന്നത്. ഏതായാലും വേറെ നോക്കിയിട്ട് നമുക്കും ശരിയായില്ലല്ലോ. എങ്കിൽ പിന്നെ നമുക്കിതങ്ങ് നോക്കാമെടാ. നല്ല കുട്ടിയല്ലേ? എനിക്ക് അന്നേ ആ കുട്ടിയെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. നല്ലൊരു സുന്ദരി മോള്. അമ്മ ഓരോന്ന് പറഞ്ഞ് അവനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൻ അതിനൊന്നും അടുക്കുന്നില്ല. പിന്നെ നീ എന്താ വിചാരിച്ചേ? ആരോടും ഒന്നും പറയാതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചെന്നും നടക്കാമെന്നോ? എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ആരാ ഉള്ളത്? നീ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് സമാധാനം കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിലും പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാ. എനിക്കൊരിക്കലും സമാധാനം കിട്ടില്ല. ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് അവസാനം അമ്മ കരയാൻ തുടങ്ങി. അമ്മ കരയുന്നത് മാത്രം അവന് സഹിക്കില്ല. പലപ്പോഴും അതിന്റെ മുൻപിലാണ് അവൻ തോറ്റുപോകാറുള്ളതും. അവൻ തലയൊന്നു കുടഞ്ഞു. മതി കരഞ്ഞത്, ഞാൻ സമ്മതിക്കാം. ഇനി അതിന്റെ പേരിൽ ആർക്കും സമാധാനം കിട്ടാതെയാകണ്ട.
പറഞ്ഞുകൊണ്ട് അവൻ കഴിച്ചെഴുന്നേറ്റു. അത് കേട്ട് അമ്മയുടെ മുഖം വിടർന്നു. അവർക്കറിയാം അവർ കരയുന്നത് മാത്രം അവന് സഹിക്കില്ലെന്ന്. എടാ, മുഴുവൻ കഴിച്ചിട്ട് പോ. പ്ലേറ്റിൽ ബാക്കി വെച്ചിരിക്കുന്ന ചോറ് കണ്ട് അമ്മ അവനോട് പറഞ്ഞു. വേണ്ട, മതിയായി. കൈ കഴുകിക്കൊണ്ട് അവൻ പറഞ്ഞു. ഇത്രയെങ്കിലും കഴിച്ചല്ലോ, അതുകൊണ്ട് ചോറ് വെറുതെ കളയണ്ടല്ലോ എന്നോർത്ത് അമ്മ അവൻ ബാക്കി വെച്ചു പോയ ചോറ് കൂടി തൻ്റെ പ്ലേറ്റിലേക്കിട്ട് അതുകൂടി കഴിക്കാൻ തുടങ്ങി. മുറിയിൽ വന്ന് അവൻ കട്ടിലിലേക്ക് കിടന്നു. കണ്ണിന് കുറുകെ കൈമുട്ട് വെച്ചാണ് കിടക്കുന്നത്. അല്പസമയം കഴിഞ്ഞതും അവൻ്റെ ഫോൺ റിങ് ചെയ്തു. അവൻ ഫോൺ എടുത്തു നോക്കി. ബസ്സിൻ്റെ ഓണർ രാജീവേട്ടനാണ്. അവൻ കോൾ എടുത്തുകൊണ്ട് ഫോൺ കാതോട് ചേർത്തു. രാജീവേട്ട, എന്തായി? അവൻ ചോദിച്ചു. കുഴപ്പമില്ല, നീ ലീവ് എടുത്തോ, സതീഷ് നാളെ കയറിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്, രാജീവൻ പറഞ്ഞു. താങ്ക്സ് രാജീവേട്ടാ. പിന്നെ മറ്റന്നാൾ നീ തന്നെ കയറണം, നാളെ മാത്രമേ അവൻ കയറൂ, രാജീവൻ അവനെ ഓർമ്മിപ്പിച്ചു. ശരി, ഞാൻ കയറിക്കോളാം പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ വെച്ചു. നാളെ എന്തായാലും ഒന്ന് അവിടെ വരെ പോകണം. പോകുമ്പോൾ എന്തായിരിക്കും അവരുടെ പ്രതികരണമെന്നറിയില്ല. ചിലപ്പോൾ തന്നെ ആട്ടിയിറക്കിയെന്ന് വരാം. എങ്കിലും ചെന്നേ പറ്റൂ, ഇല്ലെങ്കിൽ തനിക്കൊരിക്കലും മനസ്സമാധാനം കിട്ടില്ല, അവൻ മനസ്സിലോർത്തു. പിറ്റേന്നൊരു 10 മണിയാകുമ്പോൾ അവൻ വീട്ടിൽ നിന്നും ഇറങ്ങി. സ്ഥലം മാത്രമേ അറിയുകയുള്ളൂ, വീടറിയില്ല. എങ്കിലും ആരോടെങ്കിലും ചോദിച്ച് കണ്ടുപിടിക്കാമെന്ന് കരുതി. മെയിൻ റോഡിൽ നിന്നും ഒരു പോക്കറ്റ് റോഡിലേക്ക് കയറി കുറച്ചുള്ളിലേക്ക് ചെന്നതും നടന്നു പോകുന്നൊരു അല്പം പ്രായം ചെന്നൊരാളെ കണ്ടു. അവൻ അയാൾക്കരികിൽ കൊണ്ടുചെന്ന് വണ്ടി നിർത്തി. ചേട്ടാ, ഈ ഹരികൃഷ്ണന്റെ വീട്ടിലേക്കുള്ള വഴി അറിയാമോ? അവൻ ചോദിച്ചു. ഏത് ഹരികൃഷ്ണൻ? അയാൾ മനസ്സിലാകാതെ ചോദിച്ചു. അത് അന്നൊരു ബസ് അപകടത്തിൽ മരിച്ചില്ലേ, ആ ഹരികൃഷ്ണൻ. അവൻ അയാൾക്ക് മനസ്സിലാകുന്നത് പോലെ പറഞ്ഞു കൊടുത്തു. അതോ, അത് ദേ ഇവിടെ നിന്ന് നേരെ പോയിട്ട് ഇടത്തോട്ട് 2 പ്രാവശ്യം തിരിയണം. അവിടെ നിന്ന് നേരെ ചെല്ലുമ്പോൾ ഏറ്റവും അവസാനം കാണുന്ന റോസ് പെയിന്റ് അടിച്ച വീടാണ്. അയാൾ വ്യക്തമായി തന്നെ അവന് പറഞ്ഞു കൊടുത്തു. താങ്ക്സ് ചേട്ടാ പറഞ്ഞുകൊണ്ട് അവൻ വണ്ടി എടുക്കാൻ പോകുമ്പോൾ അയാൾ അവനോട് ചോദിച്ചു. അല്ല, മോനാരാ, എവിടുന്നാ? അത് കേട്ട് അവൻ അയാളെ ഒന്ന് നോക്കി. ഒരു നിമിഷം അവൻ എന്ത് പറയണമെന്നറിഞ്ഞില്ല. അത് ബന്ധുവാ, അവൻ പറഞ്ഞു. പെട്ടെന്ന് അയാൾ അങ്ങനെ ചോദിച്ചതും അവൻ അങ്ങനെ പറയാനാണ് തോന്നിയത്. ആണോ, ദിവ്യമോളുടെ ബന്ധുവാണോ? അയാൾ ചോദിച്ചു. ചോദിക്കുമ്പോൾ അയാളുടെ കണ്ണിലൊരു പ്രതീക്ഷയുള്ളതുപോലെ അവന് തോന്നി. അവൻ അതേ എന്ന് തലയാട്ടി. നന്നായി മോനെ, ഇപ്പോഴെങ്കിലും അതിനെ ഒന്ന് അന്വേഷിച്ചു വരാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ. അതിൻ്റെയും ആ കുഞ്ഞിൻ്റെയും അവസ്ഥ വളരെ കഷ്ടാ. അവളുടെ കെട്ടിയോനുള്ളപ്പോഴും അതിന് വലിയ സുഖം കിട്ടിയിട്ടില്ല. എങ്കിലും ആണൊരുത്തൻ്റെ സംരക്ഷണമുണ്ടായിരുന്നു. ആരെയും പേടിക്കാതെ അതിനാ വീട്ടിൽ ജീവിക്കാമായിരുന്നു. ആ ധൈര്യം ആ കുട്ടിക്ക് ഇല്ലാതെയായത്. സ്നേഹിക്കുന്നതും സ്നേഹിച്ചവൻ്റെ കൂടെ വരുന്നതുമൊന്നും ഒരു തെറ്റല്ലല്ലോ. ഇപ്പോൾ അതൊക്കെ എല്ലായിടത്തും നടക്കുന്നതല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പിണക്കമെല്ലാം മറന്ന് അതിനെ നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോകണം. അതിനെ ഒറ്റയ്ക്കാക്കരുത് പറഞ്ഞുകൊണ്ട് അയാൾ മുൻപോട്ട് നടന്നു. എല്ലാം കേട്ട് വല്ലാത്തൊരു മരവിപ്പോടെ നിൽക്കുകയായിരുന്നു അവൻ. അയാൾ പറഞ്ഞതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ അവന് മനസ്സിലായിരുന്നു. എങ്കിലും ആണൊരുത്തൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്നു. ആരെയും പേടിക്കാതെ അതിനാ വീട്ടിൽ ജീവിക്കാമായിരുന്നു. ആ ധൈര്യം ആ കുട്ടിക്കില്ലാതെയായത്. താൻ കാരണമാണ് ആ സംരക്ഷണവും ധൈര്യവും ഇല്ലാതെ ആയതെന്ന് അവൻ്റെ മനസ്സ് അവനോട് പറഞ്ഞു. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും എന്തോ ഒരു കുറ്റബോധം അവൻ്റെ മനസ്സിനെ വരിഞ്ഞു മുറുക്കി. ഇനി അവിടെ എത്തുമ്പോൾ നല്ലതൊന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ കൂടി തന്നോടുള്ള പ്രതികരണം എന്തായിരിക്കുമെന്നോർത്ത് അവന് വല്ലാത്ത പ്രയാസം തോന്നി. എന്തും വരട്ടെ, വരുന്നതെന്തും നേരിടാൻ താൻ ബാധ്യസ്ഥനാണ്. അവൻ വണ്ടി മുൻപോട്ടെടുത്തു. അയാൾ പറഞ്ഞതനുസരിച്ച് അവനൊരു റോസ് പെയിന്റ് അടിച്ച വീടിന് മുൻപിൽ വന്നു നിന്നു. വണ്ടിയിൽ നിന്നും ഇറങ്ങിയ അവൻ പതിയെ അവിടേക്ക് നടന്നു. ഉമ്മറത്തെ വാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒച്ചയും അനക്കവും ഒന്നും കേൾക്കുന്നില്ല. അവൻ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു. സ്വിച്ചിൽ വിരലമർത്തുമ്പോൾ അവനൊരു വിറയൽ അനുഭവപ്പെട്ടു. അല്പസമയം കഴിഞ്ഞ് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് നോക്കി നിന്ന അവൻ തിരിഞ്ഞു നോക്കി. മുൻപിൽ നിൽക്കുന്നവൾക്ക് അന്ന് കണ്ട ആ പെൺകുട്ടിയുടെ നേർത്തൊരു സാമ്യം മാത്രമേ ഉള്ളൂ എന്നവന് തോന്നിപ്പോയി. അത്രമേൽ അവൾ ക്ഷീണിച്ചിരിക്കുന്നു. വാതിൽ തുറന്ന അവൾ അവനെ മനസ്സിലാവാത്തതുപോലെയൊന്നു നോക്കി. അവനെ അവൾ അവിടെ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ തെല്ലൊരു നിമിഷം വേണ്ടി വന്നു അവൾക്ക് ആളെ ഓർത്തെടുക്കാൻ. അവൾക്ക് മുൻപിൽ നിൽക്കുമ്പോൾ അവന് വല്ലാത്ത പേടി തോന്നുന്നുണ്ടായിരുന്നു. അവൾ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ലല്ലോ. തന്റെ ഭർത്താവിനെ കൊന്നവനാണെന്നും പറഞ്ഞ് ആർത്ത് കരഞ്ഞ് നിലവിളിച്ച് ആളെ കൂട്ടുമോ എന്നുവരെ ഒരു നിമിഷം പേടിച്ചു. എനിക്ക് അവനെന്തോ പറഞ്ഞു വന്നതും അവൾ ഒന്ന് അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. മനസ്സിലായി, വരൂ അകത്തേക്കിരിക്കാം, അവൾ പറഞ്ഞു. അപ്പോഴാണ് അവൻ അല്പം ആശ്വാസമായത്. അവൻ അവൾക്ക് പിറകെ അകത്തേക്ക് കയറി. ഇരിക്കൂ, അവൾ പറഞ്ഞു. അവൻ അവൾ ചൂണ്ടിക്കാണിച്ച കസേരയിലേക്കിരുന്നു. പിന്നെ ചുറ്റുമൊന്നു നോക്കി.
ഇവിടെ വേറെ ആരുമില്ലേ? 2 മിനിറ്റ് ആയിട്ടും ആരെയും അവിടേക്ക് കാണാത്തതുകൊണ്ട് അവൻ ചോദിച്ചു. ഇല്ല, വേറെ ആരുമില്ല, ഞാനും മോളും മാത്രമേ ഉള്ളൂ. വെറുതെ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എന്നാൽ ആ ശ്രമം പരാജയപ്പെട്ടതുപോലെ അവന് തോന്നി. അവൻ എന്ത് പറയണമെന്നറിഞ്ഞില്ല. അല്പനേരത്തേക്ക് അവർക്കിടയിൽ ഒരു മൗനം നിറഞ്ഞു നിന്നു. എനിക്കെന്താണ് പറയേണ്ടതെന്നറിയില്ല. ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. അറിയാം. കുറച്ചു നേരത്തിന് ശേഷം അവൻ പറഞ്ഞു വന്നതും അവൾ ഇടയിൽ കയറി പറഞ്ഞു. അവനൊന്ന് അവളെ തന്നെ നോക്കി. എനിക്കറിയാം, ഹരിയേട്ടൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഓവർ സ്പീഡും. ഹരിയേട്ടന്റെ ഭാഗത്താണ് തെറ്റ്. അതിനുള്ള ശിക്ഷ ഹരിയേട്ടന് കിട്ടുകയും ചെയ്തു. പറയുമ്പോൾ കരയാതിരിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിട്ടുണ്ട്. ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ട്. അത് കണ്ട് അജിത്തുമാകെ വല്ലാതെയായി. അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത്രയും ശ്രദ്ധിച്ചാണ് ഞാൻ വണ്ടി ഓടിക്കാറ്. ഞാൻ കാരണം ആർക്കും ഒരപകടവും വരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരപകടമുണ്ടായി. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഞാൻ മനസ്സമാധാനത്തോടെയൊന്നും ഉറങ്ങിയിട്ടില്ല. എന്നും ഇവിടേക്ക് വരണമെന്ന് കരുതും. എങ്കിലും അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനിയും ഇവിടേക്ക് വരാതിരിക്കരുതെന്ന് മനസ്സിൽ നിന്ന് ആരോ പറയുന്നത് പോലെ. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് പറയുമെന്ന് പോലും നോക്കാതെ ഇവിടേക്ക് വന്നത്. എന്നെ ശപിക്കരുത്, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഒന്നും, അജിത്ത് പറഞ്ഞു. അത് കേട്ട് അവൾ തൻ്റെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം എനിക്കറിയാം. നിങ്ങൾ വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട. ഇവിടം വരെ നിങ്ങൾ വന്നല്ലോ, അതുമതി, അവൾ പറഞ്ഞു. ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഇവിടെ എന്താ ആരുമില്ലാത്തത്? എല്ലാവരും എവിടെ പോയി? അവൻ ചോദിച്ചു. നേരത്തെ വഴി പറഞ്ഞു തന്ന ആള് പറഞ്ഞ കാര്യങ്ങൾ കുറച്ചെന്തൊക്കെയോ മനസ്സിലായിരുന്നെങ്കിലും ഇവിടെ വന്നപ്പോൾ പലതിലും അവനൊരു വ്യക്തത കിട്ടാത്തതുപോലെ. അവൻ ചോദിച്ച ചോദ്യം കേട്ട് അവളൊന്ന് പതിയെ ചിരിക്കാൻ ശ്രമിച്ചു. പിന്നെ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ഞാനും മോളും മാത്രമേ ഉള്ളൂ. ഹരിയേട്ടനുണ്ടായിരുന്നപ്പോൾ ഹരിയേട്ടനും. അപ്പോൾ വേറെ ആരും? ഈ സമയത്തല്ലേ കൂടെ ആളുകൾ ഉണ്ടാവുന്നത്? അവൾ പറഞ്ഞതും അവൻ വീണ്ടും അവളോട് ചോദിച്ചു. എൻ്റേതും ഹരിയേട്ടൻ്റേതും ലവ് മാരേജ് ആയിരുന്നു. ഞങ്ങൾ രണ്ടാളുടെയും വീട്ടുകാർക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലായിരുന്നു. 2 കൂട്ടരും എതിർത്തതും ഞങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നു. അതോടെ 2 പേരെയും വീട്ടിൽ നിന്നും പുറത്താക്കി. പിന്നീട് ഈ 3 വർഷമായി ആരും ഞങ്ങളെ തിരക്കി വന്നിട്ടില്ല. ഞങ്ങളെ ഒഴിവാക്കിയതുപോലെ തന്നെ ആയിരുന്നു. പിന്നീട് ഹരിയേട്ടൻ പോയതറിഞ്ഞപ്പോൾ ഹരിയേട്ടൻ്റെ അമ്മയും വീട്ടുകാരും വന്നിരുന്നു. 3-ന്റെ അന്ന് ചടങ്ങ് തീരുന്നത് വരെ ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയവരാ അവരൊക്കെ. പിന്നീട് ഈ ഭാഗത്തേക്കൊന്ന് വന്ന് നോക്കിയിട്ട് പോലുമില്ല. ഞാനാണ് അവരുടെ മോനെ ഇല്ലാതാക്കിയതെന്നൊക്കെ പറഞ്ഞിട്ടാ ഇവിടെ നിന്നും പോയത്. പിന്നെ എൻ്റെ വീട്ടുകാർ മരിച്ചതറിഞ്ഞിട്ടുകൂടി അവർ വന്നിട്ടില്ല. അവരെയെല്ലാം വേണ്ടെന്ന് വെച്ച് വന്നതല്ലേ. അപ്പോൾ ഞാൻ സ്വയം അനുഭവിക്കട്ടെ എന്ന് കരുതുന്നുണ്ടാവും. അവൾ ഒരു നോവോടെ പറഞ്ഞു നിർത്തി. അവൻ എന്ത് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കണമെന്നറിഞ്ഞില്ല. അവൻ അവളെ വെറുതെ ഒന്ന് നോക്കി. അവളുടെ നിസ്സഹായത തുളുമ്പുന്ന കണ്ണുകൾ അവനെ വല്ലാതെ മുറിപ്പെടുത്തുന്നുണ്ടായിരുന്നു. എല്ലാത്തിനും താനാണ് കാരണമെന്ന ചിന്ത അവനെ വേട്ടയാടി. അവൻ അവളെ വല്ലാത്തൊരു കുറ്റബോധത്തോടെ നോക്കി. നിങ്ങൾ വിഷമിക്കണ്ട, ഇങ്ങനെയൊക്കെ വരണമെന്നായിരിക്കും എൻ്റെ വിധി. എന്നും ഇങ്ങനെ കഷ്ടപ്പെടാനായിരിക്കും എൻ്റെ തലയിൽ വരച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ വീട്ടുകാരെയൊക്കെ വേണ്ടെന്ന് വെച്ച് ഞാൻ ഇത്ര വലിയ മണ്ടത്തരം ചെയ്യില്ലായിരുന്നു. ഇങ്ങനെ ഈ കുരുക്കിൽ വന്ന് പെടില്ലായിരുന്നു. അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ ആ പറഞ്ഞത് മാത്രം അജിത്തിന് മനസ്സിലായില്ല. അവൻ അവൾ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാവാതെ അവളെ തന്നെ ഒന്ന് നോക്കി. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല, അവൻ അവളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഹരിയേട്ടനും ഞാനും സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചതെന്ന്. പക്ഷേ ആ സ്നേഹം കല്യാണം കഴിഞ്ഞ് കുറച്ചുനാൾ വരെയേ ഉണ്ടായിരുന്നുള്ളൂ. ഹരിയേട്ടൻ ശരിക്കും എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്കിപ്പോൾ സംശയമാണ്. അല്ലെങ്കിൽ സ്നേഹിച്ചിരുന്നെന്ന് എനിക്ക് തോന്നിയതാണ്. പക്ഷേ എനിക്കത് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കേണ്ടി വന്നെന്ന് മാത്രം. അപ്പോഴേക്കും കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞെൻ്റെ വയറ്റിലുണ്ടായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ അന്നേ എവിടേക്കെങ്കിലും ഓടിപ്പോവുകയോ ചത്തുകളയുകയോ ചെയ്തേനെ. എന്തോ ഒന്നും അറിയാത്ത എൻ്റെ കുഞ്ഞിനെ ഇല്ലാതെയാക്കാൻ തോന്നിയില്ല. അവൾ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി. എന്താ സംഭവിച്ചത്? എന്തായിരുന്നു പ്രശ്നം? അവന് ചോദിക്കാതിരിക്കാനായില്ല. കുടി, ഈ നശിച്ച കള്ളുകൂടി തന്നെ. ഹരിയേട്ടൻ ഇങ്ങനെ ഒരു സ്വഭാവമുണ്ടെന്ന് സ്നേഹിച്ചിരുന്നപ്പോൾ ഒരിക്കൽ പോലും മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല. കുടിച്ചാലും വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഹരിയേട്ടൻ ചെയ്യുമായിരുന്നു. പക്ഷേ അതിൻ്റെ കൂടെ ഇടയ്ക്ക് വല്ലാതെ ഉപദ്രവിച്ചു കളയും. എന്നാലും ഞാനതൊന്നും കാര്യമാക്കിയില്ല. ഞാൻ സ്നേഹിച്ച എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ എന്ന് ഞാൻ കരുതി.
എന്തൊക്കെയാണെങ്കിലും ഹരിയേട്ടൻ കൂടെ ഉള്ളപ്പോൾ എനിക്കൊരു ധൈര്യമായിരുന്നു. ആരുടെയും വേണ്ടാത്തൊരു നോട്ടം പോലും ഇങ്ങോട്ട് വന്നിരുന്നില്ല. എന്നാലിപ്പോൾ ഹരിയേട്ടൻ ഇല്ലാതായപ്പോൾ അവിടെന്നും ഇവിടെന്നുമൊക്കെ ഓരോരുത്തർ ശല്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. എന്തു ചെയ്യുമെന്നറിയില്ല. ഇതൊക്കെ അനുഭവിക്കാനായിരിക്കും എൻ്റെ വിധി. അവൾ വീണ്ടും നിറഞ്ഞൊഴുകിയ കണ്ണുകൾ അമർത്തി തുടച്ചു. വീട്ടിലേക്ക് പോയിക്കൂടെ? എല്ലാം അറിയുമ്പോൾ അവർ തന്നോട് തീർച്ചയായും ക്ഷമിക്കും. അവൻ അവൾക്ക് ധൈര്യം കൊടുക്കാനായി പറഞ്ഞു. അത് കേട്ട് അവൾ ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ അത്രയും നിറഞ്ഞു നിന്നത് സങ്കടവും നിരാശയുമാണെന്ന് അവന് തോന്നി. എന്തേ, ഒന്ന് പോയി നോക്കിക്കൂടെ? അവൻ വീണ്ടും ചോദിച്ചു. എന്തിന്? ഞാനിപ്പോൾ അവരുടെ ആരുമല്ല. മകൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കിനി ഇങ്ങനെ ഒരു മകളില്ലെന്നും പറഞ്ഞ് മരിച്ചു പോയതിന് സമമായി ബലികർമ്മം നടത്തിയവരാണവർ. അങ്ങനെയുള്ള അവർക്കരികിലേക്ക് ഞാനിനി എന്തും പറഞ്ഞാണ് ചെല്ലേണ്ടത്? ചെന്നിട്ടും ഒരു കാര്യവുമില്ല, അവരെന്നെ ആട്ടിയിറക്കും. പറയുമ്പോൾ അവൾ കരഞ്ഞുപോയിരുന്നു. അവനും ആകെ വല്ലാതെയായി. ഇത്രയൊന്നും അവനും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെന്തും ഞാൻ ചെയ്തു തരാം. അവൻ ആത്മാർത്ഥമായി തന്നെ അവളോട് ചോദിച്ചു. അവൻ ചോദിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഒന്ന് ചിരിച്ചു. നിങ്ങൾ ഇവിടെ വരെ വന്നല്ലോ, ഇത് ചോദിച്ചല്ലോ, അത്രയും സമാധാനം. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. പറഞ്ഞുകൊണ്ടവൾ അടുക്കളയിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും അവൻ അവളെ തടഞ്ഞു. അയ്യോ, അതൊന്നും വേണ്ട, അവൻ പറഞ്ഞു. സാരമില്ല, ഇവിടം വരെ വന്നതല്ലേ, എന്തെങ്കിലും കുടിച്ചിട്ട് പോകാം. അവൻ പറഞ്ഞത് കൂട്ടാക്കാതെ അടുക്കളയിലേക്ക് നടന്നു. അവൻ അവിടെ ഇരുന്ന് പതിയെ കണ്ണുകൾ അടച്ചു. എന്തോ ഇതുവരെ മനസ്സിലുണ്ടായിരുന്ന പ്രയാസത്തിന്റെ ഭാവം ഇപ്പോൾ മാറിയിരിക്കുന്നു. ഇവിടെ വരുന്നതുവരെ അവർ തന്നോട് എങ്ങനെയായിരിക്കും പെരുമാറുക എന്നോർത്ത് ഒരു പേടിയുണ്ടായിരുന്നു. അതിനേക്കാളുപരി അവരുടെ ഭർത്താവിന്റെ ജീവനെടുത്തത് ഞാനാണെന്ന് പറഞ്ഞ് തന്നെ ശപിക്കുന്നുണ്ടാകുമെന്നാണ് കരുതിയത്. ആ കാര്യത്തിൽ ഒരു തെളിനീര് വന്നു വീണതുപോലെ ഇപ്പോൾ ആശ്വാസം തോന്നുന്നു. എങ്കിലും ഹൃദയത്തിലെ ഭാരം അതുപോലെ തന്നെ നിൽക്കുന്നു. ഒരു പെണ്ണിന്റെ അത്താണിയാണ് ഇല്ലാതായത്. ആ കുഞ്ഞിന്റെ അച്ഛനാണ് ഇല്ലാതായത്. അവന് വീണ്ടും വല്ലാത്ത അസ്വസ്ഥത തോന്നി. വെള്ളം. അവളുടെ ശബ്ദം കേട്ടാണ് കണ്ണുകൾ അടച്ചിരുന്ന അവൻ കണ്ണു തുറന്നത്. നോക്കുമ്പോൾ മുൻപിലെ ടീപ്പോയിൽ ഒരു ഗ്ലാസ് നാരങ്ങാവെള്ളം ഇരിപ്പുണ്ട്. അവൻ അതെടുത്ത് ചുണ്ടോട് ചേർത്തു. അത്ര നേരം എന്തൊക്കെയോ ചിന്തകളാൽ വറ്റി വരണ്ടുപോയ തൊണ്ടയ്ക്ക് ആ തണുത്ത വെള്ളം ആശ്വാസമായി. അവൻ അത് ഒരു വലിക്ക് തന്നെ കുടിച്ചു തീർത്ത് ഗ്ലാസ് ടീപ്പോയിൽ തന്നെ വെച്ചു. ഇനി എന്താ പ്ലാൻ? മുൻപോട്ട് പോകണ്ടേ? കുഞ്ഞിനെ നോക്കണ്ടേ? അവൻ ചോദിച്ചു. ഒരു ജോലിക്ക് പോകണം. മോളെ ഏതെങ്കിലും ഡേ കെയറിലാക്കണമെന്നാ വിചാരിക്കുന്നേ. അതിനാദ്യം ഒരു ജോലി കണ്ടുപിടിക്കണം, അവൾ പറഞ്ഞു. മോൾക്കിപ്പോൾ എത്ര വയസ്സുണ്ട്? 2, അവൾ പറഞ്ഞു. അത് കേൾക്കെ അവന് വീണ്ടും വേദനിച്ചു. അമ്മയുടെ കൂടെ ഇരിക്കേണ്ട സമയത്ത് ആ കുഞ്ഞിന് ഏതോ ഡേ കെയറിൽ. അവൻ ചിന്തിച്ചു. കുഞ്ഞെന്തിയേ? ഉറങ്ങാണ്, അവൾ പറഞ്ഞു. ഒരു ജോലി ശരിയാക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അല്ല, താൻ ഏതുവരെ പഠിച്ചു? അവൻ ചോദിച്ചു. BCom കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ എവിടെയും ജോലിക്ക് കയറാൻ പറ്റിയില്ല. അപ്പോഴാണ് ഹരിയേട്ടനുമായി. അവൾ പറഞ്ഞു വന്നത് പാതി വഴിയിൽ നിർത്തി. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവൻ ചോദിച്ചു. അവരെക്കുറിച്ചെല്ലാം ചോദിച്ചറിയണമെന്ന് അവന് തോന്നി. അത് തൻ്റെ ഉത്തരവാദിത്തമാണെന്ന് അവൻ്റെ മനസ്സിൽ നിന്നാരോ പറയുന്നുണ്ടായിരുന്നു. അവൻ പറഞ്ഞത് കേട്ട് അവൾ ഒന്ന് അവനെ തന്നെ നോക്കി. ആ നോട്ടത്തിൽ നിന്നും അവൾക്ക് വേറെ എന്തൊക്കെയോ കൂടി പറയാനുള്ളതുപോലെ അവന് തോന്നി. മടിക്കണ്ട, എന്താണെങ്കിലും പറഞ്ഞോളൂ, അവൻ പറഞ്ഞു. അത് അവൾക്കെങ്ങനെ പറയണമെന്നറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്താണെങ്കിലും പറഞ്ഞോളൂ. എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ തീർച്ചയായും ഞാനത് ചെയ്യാം, അവൻ പറഞ്ഞു. നിങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പറയുകയല്ല, എങ്കിലും ചോദിച്ച സ്ഥിതിക്ക് പറയുകയാണ്. ഈ വീട് ജപ്തി ചെയ്യാൻ പോവുകയാണ്. 2 ദിവസം മുൻപ് നോട്ടീസ് വന്നു. ഹരിയേട്ടൻ ആരും അറിയാതെ എടുത്ത ലോണാണ്. എപ്പോ എടുത്തെന്നോ എന്തിനെടുത്തെന്നോ അറിയില്ല. ഈ വീട് ഹരിയേട്ടൻ്റെ അച്ഛൻ്റെ പെങ്ങളുടേതാണ്. അവർക്ക് ഹരിയേട്ടനെ വലിയ കാര്യമായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടിരുന്നു. ആ സമയത്ത് അപ്പച്ചിയാണ് പറഞ്ഞത് ഇവിടെ താമസിച്ചു കൊള്ളാൻ. പിന്നീട് ഇത് ഹരിയേട്ടൻ്റെ പേരിലേക്ക് എഴുതി കൊടുക്കുകയായിരുന്നു. അതാർക്കും ഇഷ്ടപ്പെട്ടില്ല. അതിനെ തുടർന്ന് വഴക്കുണ്ടായപ്പോൾ അപ്പച്ചിയാണ് എല്ലാവരുടെയും വാ അടപ്പിച്ചത്. അപ്പച്ചി മരിക്കുന്നത് വരെ ഇടയ്ക്ക് അപ്പച്ചി വന്നു നോക്കുമായിരുന്നു ഞങ്ങളെ. അപ്പച്ചി പോയതോടുകൂടി ആകെ ഉണ്ടായിരുന്ന ആ താങ്ങും പോയി. ഇങ്ങനെ ഒരു ലോണിനെ കുറിച്ച് ഹരിയേട്ടൻ ഒരു സൂചനയും തന്നിരുന്നില്ല. ജപ്തി നോട്ടീസ് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇതിൻ്റെ ആധാരം പണയം വെക്കേണ്ട ഒരാവശ്യവും ഹരിയേട്ടൻ ഉണ്ടായിരുന്നില്ല.
കുടിക്കാനായിരിക്കും. കുടിക്കുന്നതിനേക്കാൾ വലിയ ആവശ്യങ്ങളൊന്നും ഹരിയേട്ടൻ ഉണ്ടായിരുന്നില്ല. അവസാനം ആ കള്ളുകൂടി തന്നെ ഹരിയേട്ടൻ്റെ ജീവൻ എടുത്തു. അവൾ പറഞ്ഞത് കേട്ട് അജിത്ത് ഒന്ന് ഞെട്ടി. ഈ ഒരവസ്ഥയിൽ വീടുകൂടി നഷ്ടപ്പെട്ടാൽ ഇവൾ ഈ കുഞ്ഞിനെയും കൊണ്ട് എന്ത് ചെയ്യും? അവനിലും അതൊരു വല്ലായ്മയുണ്ടാക്കി. അന്ന് ഹരിയേട്ടൻ വല്ലാതെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ എന്നെ തല്ലി. ഒരു സ്ഥലം വരെ പോകണമെന്നും പറഞ്ഞാണ് എന്നെ കൂടെ കൂട്ടിയത്. ഞാൻ വരുന്നില്ലെന്ന് ഒരുപാട് പറഞ്ഞതാണ്. പക്ഷേ എതിർത്ത് നിൽക്കാൻ എനിക്കായില്ല. മോള് നല്ല ഉറക്കായിരുന്നു. അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിലെ രമേച്ചിയുടെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചു. അതുകൊണ്ട് മാത്രമാ എൻ്റെ കുഞ്ഞെന്നും ജീവനോടെ ഉള്ളത്. ഒരുപക്ഷെ ജപ്തിയുടെ കാര്യം ഹരിയേട്ടൻ മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടാകണം. അതുകൊണ്ടായിരിക്കണം ഹരിയേട്ടൻ അന്ന് വേഗത്തിൽ വണ്ടി ഓടിച്ചത്. ഇത്ര സ്പീഡിൽ പോകേണ്ടെന്ന് ഞാൻ ഒരുപാട് പറഞ്ഞതാ, പക്ഷേ കേട്ടില്ല. എല്ലാം അങ്ങ് അവസാനിപ്പിക്കാമെന്ന് കരുതിയിട്ടുണ്ടാകും. പക്ഷേ അപ്പോഴും ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടെന്ന് ഹരിയേട്ടൻ ഓർത്തില്ല. അമ്മയും അച്ഛനും ഇല്ലാതായാൽ ആ കുഞ്ഞെങ്ങനെ ജീവിക്കുമെന്ന് ഹരിയേട്ടൻ ഓർത്തില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ശബ്ദമിടറി, ചുണ്ടുകൾ വിതുമ്പി. അജിത്ത് ഒന്നും പറഞ്ഞില്ല, നിശബ്ദമായി കേട്ടുനിന്നു. ഹരിയേട്ടൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പണ്ടെന്നോട് നല്ല സ്നേഹമായിരുന്നു. എല്ലാം മാറ്റിമറിച്ചത് ഈ നശിച്ച കള്ളുകൂടിയാണ്. എൻ്റെയും മോളുടെയും ജീവിതം തന്നെ തകർത്തത്. കുടിക്കുന്നവർക്ക് ഇതൊരു ലഹരിയായിരിക്കും. പക്ഷേ അത് മറ്റുള്ളവർക്ക് എത്രമാത്രം വേദന നൽകുമെന്ന് അവരോർക്കില്ല. അവർക്കതൊന്നും അറിയേണ്ട കാര്യവുമില്ല. സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല. പറയുമ്പോൾ അവളെ സ്നേഹിച്ചിരുന്ന ഹരിയെക്കുറിച്ചുള്ള നഷ്ടബോധം അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. അജിത്ത് അപ്പോഴും ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും ഇത്രമേൽ തകർന്നു നിൽക്കുന്നവളെ താൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കാനാണ്? അതിനേത് വാക്കുകൾ മതിയാകും? അപ്പോഴേക്കും കുഞ്ഞുറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് കരഞ്ഞിരുന്നു. അവൾ വേഗം മുറിയിലേക്ക് ചെന്നു. കുഞ്ഞിനെ തോളത്തിട്ട് കിടത്തി പതിയെ തട്ടിക്കൊടുത്തുകൊണ്ട് ഹാളിലേക്ക് വന്നു. ഞാനെങ്കിലും രക്ഷപ്പെട്ടല്ലോ. അതിനാ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നത്. ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു? ആരുമില്ലാതെ എൻ്റെ കുഞ്ഞ്. അതോർക്കാൻ കൂടി എനിക്ക് വയ്യ. അവൾ പറഞ്ഞു. എല്ലാം കൂടി എത്ര അടയ്ക്കാനുണ്ട്? അല്പസമയത്തിന് ശേഷം അവൻ ചോദിച്ചു. 2.5 ലക്ഷം. ഇപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ 50,000 അടയ്ക്കണം. വിൽക്കാൻ ഒരു തരി പൊന്നുപോലും ഇവിടെ ഇരിപ്പില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു പിടിയും കിട്ടുന്നില്ല. അവൾ പറഞ്ഞു. വിഷമിക്കാതിരിക്കൂ, എന്തെങ്കിലും ഒരു മാർഗമുണ്ടാകും. ധൈര്യമായിട്ടിരിക്കേ. ഈ കുഞ്ഞിനെ ഓർത്ത് അരുതാത്ത കടും കൈയൊന്നും ചെയ്യരുത്, അവൻ പറഞ്ഞു. അവൾ അതിനൊന്ന് ചിരിച്ചെന്ന് വരുത്തി. അജിത്ത് ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. പിന്നെ അവൾക്കരികിലേക്ക് ചെന്നു. അവൾ എന്താണെന്ന പോലെ അവനെ നോക്കി. അവൻ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് പണമെടുത്തു. ഇത് കുറച്ച് പൈസയാണ്, ഇത് വാങ്ങണം. അവൻ ആ പണം അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അയ്യോ, ഇതൊന്നും വേണ്ട. ഞാൻ ഇതിനു വേണ്ടിയൊന്നും പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വിവരം തിരക്കി ആരും ഇങ്ങോട്ട് വരാറില്ല. ആർക്കും വേണ്ടാത്തവരാണ് ഞങ്ങൾ. നിങ്ങൾ വന്ന് ഇത്രയും കാര്യം ചോദിച്ചപ്പോൾ ഒരാശ്വാസത്തിനു വേണ്ടി പറഞ്ഞതാണ്. അവൾ ആ പണം വാങ്ങാൻ കൂട്ടാക്കാതെ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് തരുന്നതല്ല ഇത്. ഇത് തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത് തന്നെ, അവൻ പറഞ്ഞു. അവൾ ഒന്നും മിണ്ടിയില്ല. നിങ്ങൾക്ക് നഷ്ടപരിഹാരമൊന്നും കിട്ടിയില്ലല്ലോ. ഇത് വാങ്ങണം. എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി തരുന്നതാണിത്, അവൻ വീണ്ടും പറഞ്ഞു. അവൾ അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല. അവൻ ആ പണം മേശപ്പുറത്ത് വെച്ചു. ജോലിയുടെ കാര്യം ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് പറയാം. എന്തായാലും ധൈര്യമായിട്ടിരിക്കേ, പറഞ്ഞുകൊണ്ട് അവൻ കുഞ്ഞിൻ്റെ കവിളിലൊന്ന് പതിയെ തൊട്ടു. ഒരു മാലാക കുഞ്ഞ്. ഒന്നും അറിയാതെ നിഷ്കളങ്കമായി ഉറങ്ങുന്ന ആ കുഞ്ഞിനെ കണ്ട് അവൻ്റെ നെഞ്ചൊന്നു പിടഞ്ഞു. പിന്നെ പുറത്തേക്ക് നടന്നു. അവന് പിറകെ കുഞ്ഞിനെയും എടുത്ത് അവളും ഉമ്മറത്തേക്ക് നടന്നു. നിങ്ങൾ വെറുതെ വിഷമിക്കേണ്ട. നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഹരിയേട്ടൻ്റെ തെറ്റിന് ഹരിയേട്ടൻ തന്നെ അനുഭവിച്ചു. അങ്ങനെ കരുതിയാൽ മതി. വെറുതെ ടെൻഷൻ അടിക്കേണ്ട. മുറ്റത്തിറങ്ങിയ ശേഷവും വലിയ തെറ്റ് ചെയ്തവനെ പോലെ കുഞ്ഞിനെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ കണ്ട് അവൾ പറഞ്ഞു. അത് കേട്ട് അവൻ അവളെ തന്നെ ഒന്ന് നോക്കി നിന്നുപോയി. എല്ലാ നഷ്ടവും സംഭവിച്ചത് അവൾക്കാണ്. മുൻപോട്ടിനി എന്തെന്നറിയാതെ നിൽക്കുന്നതും അവളാണ്. എന്നിട്ടും തൻ്റെ വേദന കാണാൻ ശ്രമിക്കുന്നു. വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അവൻ അവളെക്കുറിച്ചോർക്കെ അത്ഭുതം തോന്നി. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും തൻ്റെ ബസ്സിനടിയിൽപ്പെട്ടാണ് അവളുടെ ഭർത്താവിന് ജീവൻ നഷ്ടമായത്. അവൾ വിധവയായത്, തുണയില്ലാത്തവളായത്. എന്നിട്ടും ഇവൾക്കെങ്ങനെ തന്നോട് ഇത്രമേൽ സൗമ്യമായി പെരുമാറാൻ പറ്റുന്നു? അവൻ അതൊരു അത്ഭുതം തന്നെയായിരുന്നു. അവൻ ഒന്ന് അവളെ നോക്കി തലയാട്ടിയ ശേഷം ബൈക്കിനരികിലേക്ക് നടന്നു. അവൻ ബൈക്കിൽ കയറി പോകുന്നതും നോക്കി നിന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഹൃദയം വീണ്ടും മുറിപ്പെട്ടു.
തിരിച്ചുള്ള യാത്രയിൽ അജിത്തിന് കുറച്ചൊരു സമാധാനം തോന്നി. അവളുടെ ഉള്ളിൽ തന്നോടൊരു വെറുപ്പോ ദേഷ്യമോ ഇല്ലെന്നോർക്കെ അവന് ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നെങ്കിലും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ ഓർക്കെ അവന് വല്ലാത്ത പ്രയാസവും തോന്നി. അവൻ വീട്ടിലേക്ക് വരുമ്പോൾ അമ്മ ഉമ്മറത്തിരിപ്പുണ്ട്. അവൻ ഹരികൃഷ്ണന്റെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് അമ്മയോട് പറഞ്ഞിരുന്നില്ല. നീ വന്നോ? കുറച്ചു മുൻപ് രാമേട്ടൻ വന്നിരുന്നു. എന്താ നിന്റെ തീരുമാനമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിനക്ക് സമ്മതമാണെന്ന്. അവരോട് പറഞ്ഞിട്ട് വിവരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ പറഞ്ഞതും അവൻ അമ്മയെ ഒന്ന് നോക്കി. എന്തേ? അവന്റെ നോട്ടം കണ്ട് അമ്മ ചോദിച്ചു. അത് ഇത്ര പെട്ടെന്ന് സമ്മതമാണെന്ന് പറയേണ്ടായിരുന്നു. അവൻ പറഞ്ഞു. എന്താടാ, എന്താ നീ ഇപ്പോൾ ഇങ്ങനെ പറയുന്നേ? നീ എന്നെ പറഞ്ഞു പറ്റിക്കാണോ? അമ്മ വീണ്ടും കണ്ണീരൊഴിക്കാനുള്ള പുറപ്പാടിലാണെന്ന് അവന് തോന്നി. ഒന്നുമില്ല, ഞാൻ വേറെന്തോ ഓർത്തു പറഞ്ഞതാ. പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് നടന്നു. സത്യം പറഞ്ഞാൽ അവന്റെ മനസ്സിൽ അപ്പോൾ കല്യാണത്തിന്റെ ചിന്തയേ ഉണ്ടായിരുന്നില്ല. അവന്റെ കണ്ണിൽ അപ്പോഴും നിറഞ്ഞു നിന്നത് ആ അമ്മയും കുഞ്ഞുമായിരുന്നു. എങ്ങനെയെങ്കിലും അവരുടെ വീടിന്റെ ജപ്തി ഒഴിവാക്കി കൊടുക്കണം, അവൾക്ക് പറ്റിയ നല്ലൊരു ജോലി കണ്ടുപിടിക്കണം, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വൈകിട്ട് ചായ കുടിച്ചുകൊണ്ട് ഉമ്മറത്തിരിക്കുകയായിരുന്നു അജിത്തും അമ്മയും. അവൻ ചൂട് ചായ ഊതി കുടിച്ചുകൊണ്ട് അമ്മയെ ഒന്ന് നോക്കി. അമ്മേ, ഞാൻ ഇന്ന് ഹരികൃഷ്ണന്റെ വീട് വരെ പോയിരുന്നു, അവൻ പറഞ്ഞു. അമ്മ അവനെ ഒന്ന് നോക്കി. അവർക്കതാരാണെന്ന് മനസ്സിലായില്ല. ഏത് ഹരികൃഷ്ണൻ? അമ്മ ചോദിച്ചു. അത് അന്ന് ബസ് ഇടിച്ചില്ലേ, അവരുടെ വീട് വരെ. അവൻ പറഞ്ഞതും അമ്മ അവനെ ഒരു ഞെട്ടലോടെ നോക്കി. എന്നിട്ട് എന്തുണ്ടായി? അവര് നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? അമ്മ ഒരു പേടിയോടെയാണ് അവനോടത് ചോദിച്ചത്. അത് കേട്ട് അവൻ അമ്മയെ നോക്കി ഒന്ന് പതിയെ ചിരിച്ചു. ഇല്ലമ്മേ, അങ്ങനെയൊന്നും ഉണ്ടായില്ല. അവരത്രയും മാന്യമായിട്ടാ എന്നോട് പെരുമാറിയത്. എന്തോ ഇപ്പോഴാ എൻ്റെ ഉള്ളിലെ തീ കുറച്ചൊന്നടങ്ങിയത്. പറയുമ്പോൾ എല്ലാ വേദനകളും സ്വയം അടക്കി പിടിച്ച് തന്നെ ആശ്വസിപ്പിച്ച ഒരുവളുടെ മുഖം അവൻ ഓർമ്മ വന്നു. അവൻ പറഞ്ഞതും അമ്മ അവനെ ഒരു നോവോടെ നോക്കി. കാരണം അവർക്കറിയാം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അവൻ എത്രമാത്രം പ്രയാസത്തിലൂടെയാണ് കടന്നുപോയതെന്ന്. അവരുടെ കാര്യം വലിയ കഷ്ടത്തിലാണമ്മേ. അവൻ ദൂരേക്ക് നോക്കി പറഞ്ഞു. അമ്മ അവനെ തന്നെ നോക്കിയാണ് ഇരിക്കുന്നത്. എങ്ങനെയെങ്കിലും ആ ജപ്തി ഒഴിവാക്കണം, അവൾക്കൊരു ജോലി ശരിയാക്കി കൊടുക്കണം. അവളുടെ കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവസാനം അവൻ പറഞ്ഞു. അമ്മയും അവൻ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കുകയായിരുന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൻ തന്നെ നോക്കുന്നില്ലെന്ന് കണ്ട് അവരത് അവൻ കാണാതെ വേഗത്തിൽ തുടച്ചു കളഞ്ഞു. പക്ഷേ അവൻ അത് കണ്ടു. അമ്മയ്ക്കുള്ളിൽ ഇപ്പോൾ ഓർമ്മകളുടെ ഒരു കടലിരമ്പുകയാവുമെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ അമ്മയുടെ തോളിലൂടെ കൈയിട്ട് തന്നോട് ചേർത്തു പിടിച്ചു. അമ്മയ്ക്ക് ഞാനില്ലേ, പിന്നെന്തിനാ ഇപ്പോഴും ഓരോന്നോർക്കുന്നേ? അമ്മയുടെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ അവൻ പറഞ്ഞു. ഇല്ലടാ, ഞാൻ ആ മോളെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. പാവം കുട്ടിയല്ലേ, അമ്മ പറഞ്ഞു. അവനൊന്ന് മൂളി. നമുക്കെന്തെങ്കിലും ചെയ്യണം അമ്മേ, ഇല്ലെങ്കിൽ എനിക്ക് ഒരു കാലത്തും സമാധാനം കിട്ടില്ല, അവൻ പറഞ്ഞു. വേണം മോനെ, പക്ഷെ എങ്ങനെ ഇത്രയും തുക പെട്ടെന്നൊക്കെ ഉണ്ടാക്കും? അമ്മ ചോദിച്ചു. അതൊക്കെ ശരിയാകും പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. അവൻ പോകുന്നതും നോക്കി അല്പസമയം ഉമ്മറത്തിരുന്ന ശേഷം പിന്നെ കുടിച്ച ഗ്ലാസും എടുത്ത് അമ്മ അടുക്കളയിലേക്ക് നടന്നു. വൈകിട്ട് പാടത്തിന് സൈഡിലെ കലുങ്കിന്മേൽ ഇരിക്കുകയാണ് അജിത്തും ശരത്തും. കൂടെ രതീഷേട്ടനുമുണ്ട്. നാളെ ഞായറാഴ്ചയല്ലേ ശരത്തെ, നാളെ എവിടെയാ പെണ്ണ് കാണല്? രതീഷേട്ടൻ ചോദിച്ചു. അത് കേട്ട് ശരത്ത് രതീഷേട്ടനെ ഒന്ന് തറപ്പിച്ചു നോക്കി. ഓ, നീ എന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കൊന്നും വേണ്ട, ഇഷ്ടമില്ലേൽ പറയണ്ട. എല്ലാ ഞായറാഴ്ചയും നിനക്കിത് തന്നെയല്ലേ പണി, അതുകൊണ്ട് ചോദിച്ചതാ. രതീഷേട്ടൻ ശരത്തിനെ നോക്കി പറഞ്ഞു. നാളെ എവിടെയുമില്ല, നാളെയെന്നല്ല, ഞാൻ ഇനി പണിക്കേ ഇല്ല. എനിക്ക് കല്യാണവും വേണ്ട കളവാണവും വേണ്ട, മടുത്തു, ഞാൻ ഈ പണി അങ്ങ് നിർത്തി, ശരത്ത് പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ട് അജിത്ത് അവനെ ഒന്ന് നോക്കി, എങ്കിലും ഒന്നും പറഞ്ഞില്ല. അന്നത്തെ ആലോചന ശരിയായെന്ന് രാമേട്ടൻ പറഞ്ഞത് മനഃപൂർവ്വം തന്നെ അജിത്ത് അവനോട് പറഞ്ഞില്ല. പറയാൻ മാത്രമുള്ള സന്തോഷം ആ കാര്യം അവന് കൊടുത്തില്ല എന്നതാണ് സത്യം. നീ അങ്ങനെയൊന്നും പറയല്ല ശരത്തെ, നിനക്കും എവിടെയോ ഒരു പെണ്ണിനെ ദൈവം പറഞ്ഞു വെച്ചിട്ടുണ്ടാകും. അവളും ഇതേപോലെ വരുന്ന ആലോചനകളൊന്നും ശരിയാകാതെ നിന്നെയും കാത്തിരിക്കുന്നുണ്ടാകും. എത്രയും വേഗം അവളെയും കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് കുട്ടികളുമായി ജീവിക്കാൻ നോക്ക്. അതിനാദ്യം എന്തു വേണം? പെണ്ണിനെ കണ്ടുപിടിക്കണം. അതിന് പെണ്ണ് കാണാൻ പോകണം, കേട്ടല്ലോ? ശരത്തിന്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് രതീഷേട്ടൻ പറഞ്ഞതും ശരത്ത് രതീഷേട്ടനെ നോക്കിയൊന്ന് ചിരിച്ചു. ദേ കണ്ടോ അജിത്തെ, ചെക്കന് ചിരി വരുന്നത് കണ്ടോ? രതീഷേട്ടൻ പറഞ്ഞതും അജിത്ത് ശരത്തിനെ നോക്കി ചിരിച്ചു. അല്ലടാ, നിന്റെ കാര്യം എന്തായി? ഈ പറഞ്ഞ പോലെ നിനക്ക് പെണ്ണ് കാണാനൊന്നും പോകണ്ടേ? രതീഷേട്ടൻ ചോദിച്ചതും അജിത്ത് ഒന്ന് നോക്കി ചിരിച്ചു. പിന്നെ എന്തോ പറയാൻ പോകുമ്പോഴാണ് അതിലെ പോകുന്ന രാമേട്ടനെ കണ്ടത്. രാമേട്ടാ,
അവൻ നീട്ടി വിളിച്ചു. വിളി കേട്ട് രാമേട്ടൻ ഒന്ന് തിരിഞ്ഞു നോക്കി. അജിത്ത് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് രാമേട്ടന്റെ അരികിലേക്ക് പോകാൻ തുടങ്ങിയതും രാമേട്ടൻ കൈകൊണ്ട് താൻ അങ്ങോട്ട് വരാമെന്ന് കാണിച്ചു. അല്ല, എല്ലാവരും ഉണ്ടല്ലോ, രാമേട്ടൻ ചിരിച്ചുകൊണ്ട് അവരോടായി പറഞ്ഞു. ആ പിന്നെ അജിത്തെ, ഞാൻ അവരോട് പറഞ്ഞില്ലാട്ടോ, കുറച്ച് തിരക്കിലായി പോയി. ഞാൻ ഇന്ന് തന്നെ അവരോട് വിളിച്ചു പറഞ്ഞോളാം, രാമേട്ടൻ പറഞ്ഞു. അജിത്ത് അതിനെന്തോ പറയാൻ തുടങ്ങുമ്പോൾ ശരത്ത് ചോദിച്ചു, എന്താ രാമേട്ടാ കാര്യം? അപ്പൊ ഇവൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ? രാമേട്ടൻ അജിത്തിനെ ഒന്ന് നോക്കിക്കൊണ്ട് ശരത്തിനോട് ചോദിച്ചു. ഇല്ല, ഇവനൊന്നും പറഞ്ഞില്ല, ശരത്ത് പറഞ്ഞു. ആദ്യം ഇവന്റെ കല്യാണം ശരിയായി. കുറെ മുൻപ് കണ്ട ആലോചനയാ, അന്നവർ വേണ്ടെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്കിത് നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. ഇവിടെ പറഞ്ഞപ്പോൾ ഇവനും അമ്മയ്ക്കും സമ്മതം. ഇനി അവരോട് പറഞ്ഞ അടുത്ത കാര്യങ്ങൾ നോക്കണം. നിന്റെ കാര്യം ഞാൻ മറന്നിട്ടില്ലട്ടോ ശരത്തെ. നല്ല ആലോചന വന്നാൽ ഞാൻ പറയാം. നിന്റെ കല്യാണവും ഞാൻ ശരിയാക്കി തരും. അവസാനം ശരത്തിന് വല്ലായ്മയൊന്നും തോന്നാതിരിക്കാനാണ് രാമേട്ടൻ അങ്ങനെ പറഞ്ഞത്. ഇതൊക്കെ എപ്പോ? എന്നിട്ട് ഇവൻ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. എന്താടാ നീ ഞങ്ങളോടൊന്നും പറയാതിരുന്നേ? എന്തായാലും കോളടിച്ചു. ചെലവ് വേണം മോനെ, ചെലവ്. അജിത്തിനെ ഇറുക്കെ പുണർന്നുകൊണ്ട് ശരത്ത് പറഞ്ഞു. അജിത്ത് അവനെ നോക്കി ഒന്ന് ചിരിച്ചു. രാമേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, അജിത്ത് അപ്പോൾ പറഞ്ഞു. എന്താ അജിത്തെ കാര്യം? രാമേട്ടൻ ചോദിച്ചു. അത് രാമേട്ടൻ ഏതായാലും അവരോട് ഇതേക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. എന്നാ പിന്നെ സമ്മതമാണെന്ന് പറയണ്ട, അജിത്ത് പറഞ്ഞതും 3 പേരും ഒന്ന് ഞെട്ടി. നീ ഇതെന്തൊക്കെയാ അജിത്തെ പറയുന്നേ? രാമേട്ടൻ ചോദിച്ചു. അത് തന്നെ, നിനക്കെന്താ അജിത്തെ വിവരമില്ലേ? ഒരാലോചന ശരിയായി വരാൻ എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരണോ? എന്നിട്ടൊന്ന് ഒത്തു വന്നപ്പോൾ അവന് വേണ്ടെന്ന്. നിനക്ക് എന്തായി പോയി? ശരത്തും രാമേട്ടന്റെ കൂടെ കൂടി ചോദിച്ചു. അതൊക്കെ എനിക്കറിയാം, പക്ഷേ ഇപ്പോൾ ഒരു കല്യാണം അത് വേണ്ട, അത് ശരിയാവില്ല, അജിത്ത് പറഞ്ഞു. ഇപ്പോ അല്ലെങ്കിൽ പിന്നെ എപ്പോഴാ? മൂക്കിൽ പല്ല് മുളച്ചിട്ടോ? ശരത്ത് ചോദിച്ചു. എടാ, നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തായാലും ഇപ്പോൾ ഒരു കല്യാണം എനിക്ക് പറ്റില്ല, അജിത്ത് പറഞ്ഞതും ശരത്ത് വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും രതീഷേട്ടൻ അവനെ തടഞ്ഞു. ശരത്തെ വേണ്ട, അവൻ സമ്മതിക്കും അല്ലേ അജിത്തെ? രതീഷേട്ടൻ അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല രതീഷേട്ടാ, ഇപ്പോൾ എന്തായാലും പെട്ടെന്നൊരു കല്യാണം എനിക്ക് പറ്റില്ല, അജിത്ത് പറഞ്ഞതും 3 പേരും അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി. പെട്ടെന്ന് വേണ്ട, നമുക്ക് ഉറപ്പിച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് സാവധാനം നടത്താം. ഞാൻ അവരോട് പറഞ്ഞു നോക്കാം, രാമേട്ടൻ പറഞ്ഞു. വേണ്ട രാമേട്ട, ഇത് നടക്കില്ല, അജിത്ത് പറഞ്ഞു. ഉറപ്പാണോ? രാമേട്ടൻ ഒരിക്കൽ കൂടി ചോദിച്ചു. അതെ. ശരി, ഞാൻ അവരോട് പറഞ്ഞേക്കാം, രാമേട്ടൻ പറഞ്ഞു. രാമേട്ട, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ഏതായാലും ഇപ്പോൾ ഒരു കല്യാണത്തിന് താല്പര്യമില്ല. എങ്കിൽ പിന്നെ ഈ ആലോചന ശരത്തിന് നോക്കിക്കൂടെ? അജിത്ത് ചോദിച്ചു. എടാ, അത് ശരത്ത് എന്തോ പറഞ്ഞു വന്നതും അജിത്ത് അവനെ തടഞ്ഞു. വേണ്ട ശരത്തെ, നീ ഒന്നും പറയണ്ട. ഏതായാലും നീ പെണ്ണ് കാണൽ നിർത്താൻ പോകാണെന്നല്ലേ പറഞ്ഞേ? എന്നാൽ പിന്നെ ഇതുകൂടി ഒന്ന് കണ്ടു നോക്ക്. എന്നെ ഇഷ്ടമായ സ്ഥിതിക്ക് അവർക്ക് എന്തായാലും നിന്നെ ഇഷ്ടാകും, അതെനിക്ക് ഉറപ്പാ. എന്നെക്കാളും നല്ല ജോലിയുണ്ട്, പിന്നെ നീ പറയുന്ന പോലെ കാണാനും സുന്ദരൻ. ഇത് നടക്കും, അജിത്ത് ഉറപ്പിച്ചു പറഞ്ഞു. എടാ, അത് ഞാൻ വെറുതെ, ശരത്ത് പറഞ്ഞു വന്നതും അജിത്ത് അവനെ ഒരു നോട്ടം കൊണ്ട് തടഞ്ഞു. രാമേട്ടാ, എന്നാ പിന്നെ ഇവന്റെ കാര്യം നോക്ക്, വെച്ചു നീട്ടണ്ട. നാളെ തന്നെ പോയി പെണ്ണ് കണ്ടേക്ക്, അജിത്ത് പറഞ്ഞതും രാമേട്ടൻ അവർ 2 പേരെയും ഒന്ന് മാറി മാറി നോക്കി. എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ, നിങ്ങൾ 2 പേരും എനിക്ക് ഒരുപോലെയാ, രാമേട്ടൻ പറഞ്ഞു. അത് കേട്ട് അജിത്തിന്റെ മുഖം തെളിഞ്ഞെങ്കിലും ശരത്തിന്റെ മുഖം ഇപ്പോഴും വീർത്തു കെട്ടിയിരിക്കുകയാണ്. അജിത്തിന് കിട്ടാനുള്ളത് താൻ തട്ടിയെടുത്തു എന്നൊരു ചിന്തയാണ് അവന്റെ ഉള്ളിൽ. പിന്നെ രാമേട്ടാ, തൽക്കാലം അമ്മയോട് ഇത് പറയണ്ട, സമയം പോലെ ഞാൻ തന്നെ പറഞ്ഞോളാം, അജിത്ത് പറഞ്ഞതും രാമേട്ടൻ ഒന്ന് മൂളി. എന്നാ ശരത്തെ, ഞാൻ അവരോട് വിളിച്ചു ചോദിച്ചിട്ട് നിന്നോട് പറയാം. നാളെ ഞായറാഴ്ചയല്ലേ, അപ്പോൾ ചിലപ്പോൾ നാളെ പോകേണ്ടി വരും. എന്തായാലും ഞാൻ നിന്നെ വിളിക്കാം, പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. അത് പറഞ്ഞുകൊണ്ട് രാമേട്ടൻ മുൻപോട്ട് നടന്നു. രാമേട്ടൻ പോകുന്നതും നോക്കി ആ 3 പേരും ചെറിയൊരു മൗനത്തോടെ അല്പസമയം നിന്നു. അത്ര നേരമുണ്ടായിരുന്നൊരു വീർപ്പുമുട്ടൽ തന്നിൽ നിന്നും നീങ്ങിപ്പോകുന്നത് അജിത്ത് അറിഞ്ഞു. അവന് ചെറിയൊരാശ്വാസം തോന്നി. എന്നാൽ ആ വീർപ്പുമുട്ടൽ നേരെ ചെന്നത് ശരത്തിന്റെ ഉള്ളിലേക്കാണ്. അവന്റെ മനസ്സിനും മുഖത്തിനും തെളിച്ചമുണ്ടായിരുന്നില്ല ആ സമയം. രാമേട്ടൻ അവരോട് വിളിച്ചു പറഞ്ഞോ ആവോ, പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോടാ? രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മ അജിത്തിനോട് ചോദിച്ചു. അവൻ അത് കേട്ടെങ്കിലും കേൾക്കാത്തതുപോലെ ഇരുന്നു. എടാ, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? അവരവന്റെ കയ്യിലൊന്ന് പതിയെ തട്ടിക്കൊണ്ട് ചോദിച്ചു. ആ കേൾക്കുന്നുണ്ട്, അവൻ പതിയെ പറഞ്ഞു. നീ എന്താ ഈ ആലോചിക്കുന്നേ? എന്തോ ചിന്തയിൽ എന്ന പോലെ ഇരിക്കുന്ന അവനെ കണ്ട് അമ്മ അവനോട് ചോദിച്ചു.
ഞാൻ ആ ജപ്തി ഒഴിവാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു, അവൻ പറഞ്ഞു. അമ്മ അവനെ തന്നെ ഒന്ന് നോക്കി. എടാ മോനെ, അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞാൻ ഓടിച്ച ബസ് ഇടിച്ചതല്ലേ അമ്മ? ബാക്കി പറയാതെ അവൻ കഴിച്ചത് മതിയാക്കി എഴുന്നേറ്റു. അവൻ പറഞ്ഞത് കേട്ട് അമ്മയ്ക്കും ആകെ വല്ലാതെ ആയിരുന്നു. പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് വാതിലെല്ലാം അടച്ച മുറിയിലേക്ക് പോകുന്ന വഴി അമ്മ അവന്റെ മുറിയിലേക്കൊന്ന് എത്തി നോക്കി. കണ്ണുകൾ തുറന്നു വെച്ച് മേലോട്ട് നോക്കി കിടക്കുന്നുണ്ടവൻ. കണ്ടാൽ തന്നെ അറിയാം എന്തൊക്കെയോ ചിന്തിച്ചാണ് അവന്റെ കിടപ്പ്. അവനെ ഒന്ന് നോക്കി അമ്മ തന്റെ മുറിയിലേക്ക് നടന്നു. കണ്ണടച്ചു കിടന്നെങ്കിലും അവർക്കുറക്കം വന്നില്ല. ചിന്തകൾ വർഷങ്ങൾ പിറകിലേക്ക് പോവുകയാണ്. ഓർമ്മകൾ അവയ്ക്ക് പാതയൊരുക്കി. അജിത്തിന് 2 വയസ്സുള്ളപ്പോഴാണ് അവന്റെ അച്ഛൻ മരിക്കുന്നത്. ഒരു കുഴപ്പവുമില്ലായിരുന്നു, നല്ലതുപോലെ നിന്ന മനുഷ്യനാണ്. അറ്റാക്കായിരുന്നു, പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നതാണ്. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. പിന്നീട് അങ്ങോട്ട് ചിന്തിക്കാൻ പേടി തോന്നുന്നതായിരുന്നു. അജിത്തിന്റെ അച്ഛൻ സുരേന്ദ്രന്റെ വീട്ടിലായിരുന്നു അവരന്ന്. അവിടെ അയാളുടെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛന് കൽപ്പണിയാണ്, അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല. ഭർത്താവ് മരിച്ചതുകൊണ്ട് 41 കഴിയുന്നത് വരെ താൻ വീട്ടിലിരുന്നു. അതിനുശേഷം കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ച് അവരും ജോലിക്ക് പോയി തുടങ്ങി. സ്കൂളിൽ കഞ്ഞി വെക്കുന്ന ജോലിയായിരുന്നു. അജിത്ത് വലുതായി ജോലിക്ക് പോകുന്നത് വരെ അവർ ജോലിക്ക് പോയിരുന്നു. തനിക്കൊരു ജോലിയായില്ലേ, ഇനി അമ്മ വീട്ടിലിരുന്നാൽ മതിയെന്നും പറഞ്ഞ് അവനാണ് അവരെ നിർബന്ധിച്ച് വീട്ടിലിരുത്തിച്ചത്. കാരണം അവൻ കാണുന്നുണ്ടായിരുന്നു അമ്മ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് തന്നെ പോറ്റിയതെന്ന്. അച്ഛനില്ലാതെ ഒരു കുഞ്ഞിനെ പോറ്റി വലുതാക്കുക എന്നത് ചില്ലറ കാര്യമല്ലല്ലോ. പണം മാത്രം പോരാ, അതിന് മനസ്സുറപ്പുകൂടി വേണം. 24 വയസ്സിൽ വിധവയായതാണവർ. ആ പെണ്ണിനെ ചില ആണുങ്ങളെല്ലാം വേണ്ടാത്ത രീതിയിൽ നോക്കും. ഒളിഞ്ഞും തെളിഞ്ഞും പലതും പറഞ്ഞ് അടുത്തുകൂടും. അതിൽ നിന്നെല്ലാം രക്ഷപ്പെടണമെങ്കിൽ, എല്ലാത്തിനും നടുവിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ചധികം തൻ്റെ ഇടം തന്നെ വേണം. തൻ്റെ മോനെയും കൊണ്ട് ചേർത്ത് പിടിച്ചു കിടക്കാൻ തനിക്കൊരു കൂരയുണ്ടായിരുന്നു. മകനെ പഠിപ്പിച്ച് വലുതാക്കാൻ ചെറുതെങ്കിലും ഒരു ജോലിയുണ്ടായിരുന്നു. എന്നാൽ ഇത് രണ്ടുമില്ലാതെ, ചോദിക്കാനും പറയാനും ആരും തുണയില്ലാതെ ഈ ചെറുപ്രായത്തിൽ അവൾ എങ്ങനെ പിടിച്ചു നിൽക്കും? ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കും? തൻ്റെ ജീവിതത്തെ കൂടി കൂട്ടിക്കലർത്തി ചിന്തിച്ചതും അവർക്ക് അവളെക്കുറിച്ചോർക്കെ വല്ലാത്ത ആദി തോന്നി. ഒരു വഴിയും മുൻപിലില്ലാതെ ആയാൽ, ആ പെണ്ണെന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ, അങ്ങനെ ചിന്തിക്കാൻ പോലും അവർക്ക് വല്ലാത്ത പേടി തോന്നി. തൻ്റെ മോൻ പറഞ്ഞതാണ് ശരി. ആദ്യം ആ കുട്ടിയുടെ വീടിന്റെ ജപ്തിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകട്ടെ. ഇല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചെന്ന് കേട്ടാൽ തൻ്റെ മകൻ അത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ തന്നെ അവന്റെ മനസ്സ് പാതി ചത്താണ് കിടക്കുന്നത്. അവരോർത്തു. എന്തൊക്കെയോ ഓർത്തോർത്ത് സമയമേറെ കഴിഞ്ഞിരുന്നു. അവരുടെ കണ്ണിൽ ഉറക്കം വരുമ്പോൾ ഒരു ചുമരിനപ്പുറത്തെ മുറിയിൽ കിടക്കുന്ന അജിത്തിന്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു. കുറെ നേരത്തെ ആലോചന വേണ്ടി വന്നു അവന്റെ കണ്ണുകളെയും ഉറക്കം വന്നു മൂടുവാൻ. മോനെ, അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട്. രാവിലെ കുളിച്ചു മാറ്റി പോകാനായി ഹാളിലേക്ക് വന്നതാണ് അവൻ. അപ്പോഴാണ് അമ്മ അതും പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വന്നത്. എന്താ അമ്മേ? കയ്യിൽ വാച്ച് കെട്ടുന്നതിനിടയിൽ അവൻ ചോദിച്ചു. അമ്മ ഇന്നലെ കുറെ ആലോചിച്ചു. മോൻ പറഞ്ഞത് ശരിയാ. എങ്ങനെയെങ്കിലും ആ ജപ്തി ഒന്ന് ഒഴിവാക്കി കൊടുക്കണം. അമ്മയുടെ കയ്യിൽ ഇതേ ഉള്ളൂ. ഇത് വിൽക്കോ പണയം വെക്കോ എന്താണെന്ന് വെച്ചാ ചെയ്യേ. തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഇത് മതിയാവോ? സ്വർണത്തിന്റെ ഒരു വളയും മാലയും അവന്റെ നേരെ നീട്ടിക്കൊണ്ട് അമ്മ പറഞ്ഞു. അവനൊന്ന് അമ്മയെ നോക്കി. കഴുത്തിൽ ഇപ്പോൾ ആ നേർത്ത മാല കാണാനില്ല. അവിടം കാലിയാണ്. എനിക്കും മനസ്സിലാവും മോനെ, ആ കുട്ടിയുടെ നെഞ്ചിപ്പോൾ എത്രമാത്രം പിടയ്ക്കുന്നുണ്ടാവുമെന്ന്. ഒന്നുമില്ലേലും ഞാനും ഇതേ അവസ്ഥയിലൂടെ തന്നെയല്ലേ വന്നത്. നമുക്കൊരു വീടുണ്ടായിരുന്നു, ബന്ധുക്കളും ഉണ്ടായിരുന്നു. എന്നിട്ടും നമ്മൾ എത്ര കഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊന്നുമില്ലാത്ത ആ കുട്ടി എന്തുമാത്രം പേടിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഇത് കൊണ്ടു ചെന്ന് മോൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യേ, അമ്മ പറഞ്ഞു. അത് കേട്ട് അവനൊന്ന് അമ്മയെ നോക്കി പുഞ്ചിരിച്ചു. അവന്റെ മനസ്സ് വല്ലാതെ നിറഞ്ഞിരുന്നു ആ സമയം. അവൻ ആ ചിരിയോടെ തന്നെ അമ്മയുടെ കയ്യിൽ നിന്നും അത് വാങ്ങി. എന്നിട്ട് വള അമ്മയുടെ കയ്യിലും മാല അമ്മയുടെ കഴുത്തിലും ഇട്ടുകൊടുത്തു. അവർ അവനെ തന്നെ ഒന്ന് നോക്കി. അമ്മ ഇത് പറഞ്ഞല്ലോ, എനിക്കത് മതി. പിന്നെ അമ്മ ഇതോർത്ത് സങ്കടപ്പെടേണ്ട. തൽക്കാലം ഒരാഴ്ചക്കുള്ളിൽ 50,000 അടയ്ക്കണം. എന്നിട്ട് എന്താ ബാങ്കിൽ നിന്ന് പറയുന്നതെന്ന് നോക്കട്ടെ. അതിനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്. നാളെ തിങ്കളല്ലേ, സതീഷേട്ടനെ വിളിച്ച് നാളെ ഒന്ന് ബസ്സിൽ കയറാൻ പറ്റുമോ എന്ന് ചോദിക്കണം. എന്നിട്ട് വേണം രാജീവേട്ടനെ വിളിച്ചു പറയാൻ. അങ്ങനെയെങ്കിൽ ബാങ്കിൽ പോകുന്നതും പൈസ കൊണ്ടു കൊടുക്കുന്നതും ഒരുമിച്ചാക്കാം, അവൻ പറഞ്ഞു. അമ്മ അവനെ നോക്കി ഒന്ന് തലയാട്ടി. എന്തേലും ആവശ്യമുണ്ടേൽ ഇതെടുക്കാൻ മടിക്കണ്ട, അമ്മ വീണ്ടും അവനോട് പറഞ്ഞു. അവനൊന്ന് തലയാട്ടി. അല്ലടാ, ഞാൻ ചോദിക്കാൻ മറന്നു. എന്തായിരുന്നു ആ കുട്ടിയുടെ പേര്? പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ അമ്മ അവനോട് ചോദിച്ചു. അത് കേട്ട് അവനൊന്ന് ഓർത്തു നോക്കി. അവളോട് താൻ പേര് ചോദിച്ചിട്ടില്ല, അവൾ പറഞ്ഞതുമില്ല.
പക്ഷേ അന്ന് വഴി ചോദിച്ചപ്പോൾ ആള് പറഞ്ഞത് ദിവ്യ, അങ്ങനെ എന്തോ പേരാണ്. അവൻ ഓർത്തു. ഓർമ്മയില്ലമ്മേ, പേര് ചോദിക്കാൻ എനിക്ക് വിട്ടുപോയി. അവൾക്കും അതെ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഒരാളോട് വഴി ചോദിച്ചെന്ന്. ആള് പറഞ്ഞത് ദിവ്യ അങ്ങനെ എന്തോ ആണ്. അവൻ പറഞ്ഞു. അമ്മ അത് കേട്ടൊന്ന് തലയാട്ടി. ദിവ്യ അല്ലേ? ആ, അത് പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നേ. നമ്മൾ ആലോചിച്ച കുട്ടിയുടെ പേരെന്തായിരുന്നു? ധന്യ അല്ലേ? രാമേട്ടൻ അവരോട് വിളിച്ചു പറഞ്ഞോ ആവോ? അമ്മ പറഞ്ഞു. അവനൊന്നും പറഞ്ഞില്ല. നേരായി, ഞാൻ പോവാണ് പറഞ്ഞുകൊണ്ട് അവൻ മുറ്റത്തേക്കിറങ്ങി ബൈക്കിനരികിലേക്ക് നടന്നു. അവൻ ബൈക്കെടുത്തു പോകുന്നത് വരെ അമ്മ അവനെയും നോക്കി ആ ഉമ്മറത്തങ്ങനെ നിന്നു.